യെശയ്യാവ് 61. മൂന്നാമത്തെ വാക്യം. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കുന്നതിന് അവർക്ക് നിത്യവൃക്ഷങ്ങളെന്ന് യഹോവയുടെ നടുതല എന്ന പേരാകും. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കേൾക്കുന്ന സകലവർക്കും ഇന്നൊരു വലിയൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അതിനെ ഭർസിച്ച് മാറ്റുന്നു. അത്ഭുതം ചെയ്യണം കർത്താവേ. സഭ അവിടുത്തതാണ്, അടിയൻ അവിടുത്തതാണ്. അവിടുത്തെ രക്തത്താൽ കഴി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും കൃപയിലും അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുബലത്താൽ നിറയ്ക്കണം. എല്ലാ അസമാധാനങ്ങളും കർത്താവെടുത്ത് മാറ്റണം. ദൈവഹിതമില്ലാത്ത വാക്കുകൾ ശത്രുവൊന്നും വരുവാനിട വരുത്തരുത്. ഏത് ആത്മാവിൽ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് പ്രസംഗിക്കുവാൻ ജ്ഞാനവും കൃപയും ദൈവം തരണം. വചനത്തിൻ്റെ ആഴങ്ങളിലെ മർമ്മങ്ങൾ വെളിപ്പെട്ടു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും അധ്യക്ഷനായിരിക്കണം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഈ വചനം കേൾക്കുന്ന സകലവർക്കും ഇന്ന് വലിയൊരു വിടുതലായി തീരുവാൻ, അവരുടെ വിഷയത്തിൻ്റെ മേൽ നിരാശപ്പെട്ട് കിടക്കുന്ന പണികൾ തടസ്സപ്പെട്ട് കിടക്കുന്ന അസമാധാനങ്ങൾ മാറി ചില പണികൾ നടക്കത്തക്കവണ്ണം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ചില സഹായിക്കത്തക്കവണ്ണം, ചില വ്യക്തികൾ ഇടപെടത്തക്കവണ്ണം ആത്മസാന്നിധ്യം വെളിപ്പെടുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി എല്ലാവരും കൊതിച്ചാട്ടെ. അത്ഭുതം ചെയ്യണം കർത്താവേ. ദൈവം ഇടപെടണം അപ്പച്ച. ഇന്ന് ദൈവം ഇടപെടണം കർത്താവേ. സകലത യേശു ക്രിസ്തു നാമത്തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം എന്നോടൊന്ന് സംസാരിക്കണമേ. നിങ്ങൾ ഹൃദയ ഒരുക്കത്തോടെ ആയിരിക്കണം. കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമേ. നിങ്ങൾ ദാഹമുണ്ടെങ്കിൽ ദൈവം വിളമ്പിത്തരും. പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്ന് വിളമ്പുവാൻ എൻ്റെ കയ്യിലാണ് ആമേ തന്നിരിക്കുന്നത്. അപ്പോൾ ആമേ ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ കയ്യിൽ വിളമ്പിത്തരും. അപ്പോൾ അത് പ്രാപിക്കുക, അത് എടുക്കുക. അനുഗ്രഹം എന്ന് പറയുന്നത് പ്രാപിക്കുക, എടുക്കുക. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. ദൈവം കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. യേശു വചനം പറയുന്നു, എൻ്റെ നാമത്തിൽ ഒന്ന് വരേണ്ടവർ എവിടെ ഐക്യം മധ്യപ്പെടുമോ ഞാൻ അവിടെ ഉണ്ട്. ഇന്നൊരു ദൈവ സാന്നിധ്യം ആലയത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആലയത്തിലിരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയത്തിന് മറുപടി വരും. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവസന്നിധി ഹൃദയം തുറന്ന് ഇന്ന് നിങ്ങൾ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. മറ്റൊരു ചിന്തകൾക്കൊന്നും അവസരം കൊടുക്കാതെ ആമേ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഈ വർഷത്തിൻ്റെ മേൽ ഒരു വിടുതൽ, വലിയൊരു വിടുതലാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. നിരാശകളും മാറണം, പരാജയങ്ങളും മാറണം. പ്രൈസ് ദി ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് യെശയ്യാവ് 61 വാക്യം എന്ന് വായിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കുറിവാക്യം എന്ന് പറയുന്നത് 4 പക്ഷെ 3 വായിച്ചിട്ടാണ് 4 കടന്നു പോകുന്നത്. അത് വായിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ വർഷത്തെ വാക്യത്വ വചനവും വായിക്കും. ഇവിടെ വായിച്ചിരിക്കുന്നത് 3. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീര് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആമേ ഹല്ലേലൂയ. ഇന്ന് ദുഃഖത്തിന് പകരം നിങ്ങൾക്ക് എന്താണെന്ന് അലങ്കാരമാല. ആമേ. വെണ്ണീരിന് പകരം അലങ്കാരമാല. ദുഃഖങ്ങൾ മാറുന്ന സമയം നമ്മൾ പ്രാർത്ഥിച്ച എവിടെ ദുഃഖം മാറും? ദൈവത്തെ സ്തുതിച്ച ദുഃഖം മാറും. ഹൃദയത്തിൻ്റെ ദുഃഖം മാറണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം, മഹത്വം കൊടുക്കണം. ഹൃദയത്തിനകത്ത് ഒരു ദൈവത്തെ കൊണ്ടുവരുവാൻ ഇന്ന് നമ്മൾ ദുഃഖത്തിലൂടെ ഇരിക്കാതെ ആ ഹൃദയത്തിനകത്ത് യേശുവിനെ കൊണ്ടുവന്നാൽ പൂർണ്ണമായി ദുഃഖം മാറും. യേശുവിനെ ഹൃദയത്തിലോട്ടൊന്ന് കൊണ്ടു
കൊണ്ടുവരാൻ ശ്രമിക്കേ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തെല്ലാം ഭാരപ്പെടുന്നവരാണ്. ഇന്നും ദുഃഖമാണ്, ഇന്ന് മാറി ഒരു ദുഃഖം, നാളെ ഒരു ദുഃഖം. ദുഃഖം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ദുഃഖങ്ങളാണ്. ഒന്നിനെ കുറിച്ചല്ലേ മറ്റൊരെ കുറിച്ച്. ഹല്ലേലൂയ. ദുഃഖത്തെക്കുറിച്ചാണ്. പക്ഷേ ഇന്ന് ദുഃഖത്തെ മാറ്റി തരുക എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ വേദനയെ മാറ്റി തരുക. നീ രോഗിയായിട്ടാണ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെനിക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല, കരമടിക്കാൻ കഴിയുന്നില്ല, യേശുവേ എന്ന് വിളിക്കാൻ കഴിയുന്നില്ല, ബന്ധിച്ച് എവിടെയൊക്കെ തകർന്നില്ലോ, ആ കുടുംബം അസമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയുമെങ്കിൽ, ഇന്ന് ദൈവത്തോടൊന്ന് നിലവിളിക്കുമെങ്കിൽ നിന്റെ അസമാധാനങ്ങളെ മാറി ദൈവം നിനക്ക് വേണ്ടി ആമേ പ്രസാദിക്കുന്നതായി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെടുക. ഇതാ വെണ്ണീരിന് പകരം അലങ്കാരം മാലയോ, ദുഃഖത്തിന് പകരം ആനന്ദ തൈലമോ ദൈവം പകരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ആമേ. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്ത വചനം വായിച്ചിട്ട് നമുക്ക് കടന്നു പോകാം. വാഗ്ദത്ത വചനം 61:11 വാക്യം. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകയും നീതിയും സ്തുതിയും മുളപ്പിക്കും. വാക്യം. ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്ന പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകയെ നീതിയും സ്തുതിയും മുളപ്പിക്കും. ഈ വർഷം ദൈവം നീതി മാത്രമേ മുളപ്പിക്കത്തുള്ളൂ. അനീതി മുളയ്ക്കുമെന്ന് കേട്ടാൽ, അനീതി മുളച്ച് വരുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, അത് വേരോടെ പിഴുതെറിയും. അനീതി മുളയ്ക്കും, പക്ഷെ അതിനെ നശിപ്പിക്കും. വളരാൻ വിട്ടുകൊടുക്കത്തില്ല. അനീതി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അനീതി ഒരിക്കലും വെച്ചേക്കത്തില്ല. ദൈവം അതിനെ തകർക്കാതെ ദൈവത്തിൻ്റെ നീതി മാത്രം പറ. എൻ്റെ ജീവിതത്തിൽ നീതി മാത്രമേ ഉണ്ടാവൂ കർത്താവേ, നീതി മാത്രം, നീതി മാത്രം. ദൈവത്തിന് ഇഷ്ടം മാത്രമേ ചെയ്യാകൂ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ഇന്ന് ചോദിക്കുക. കർത്താവേ, നിന്റെ ഇഷ്ടം എന്താണ്? ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ, എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ചെയ്യുവാൻ നമ്മളെ സഹായിക്കും. അതാ ദൈവത്തിൻ്റെ നീതി. ദൈവം നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ മഹത്വം കൊടുക്കും. അതാ സ്തുതി. ദൈവത്തിന് ഇഷ്ടം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ മേൽ അനുഗ്രഹിക്കപ്പെടുന്നത് പുതിയത് പ്രാപിക്കുവാൻ, പഴയതല്ല, പുതിയത് പ്രാപിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം പുതിയത്, അടഞ്ഞുപോയ വിഷയത്തിൻ്റെ മേൽ, മറുപടിയില്ലാത്ത വിഷയത്തിൻ്റെ മേൽ മറുപടി തരുവാൻ ദൈവത്തിന്, യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇതിനകത്ത് ഇരിക്കുന്ന ദൈവമക്കളെ, ചാനലിൽ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ പറയുന്നു, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ മതി. നമ്മൾ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ കരങ്ങളിൽ ഒന്ന് താഴ്ത്തി കൊടുത്താട്ടെ. ഞാൻ ഒന്നുമല്ല, എന്തായിട്ട് കൊടുക്കണം? ഒരു കളിമണ്ണായിട്ട് കൊടുക്കണം. ഒരു കളിമണ്ണായിട്ട്, നിസ്സാര ഒരു കളിമണ്ണായിട്ട് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമെങ്കിൽ ദൈവം പണിയുവാനിട വരും. ഒരു കളിമണ്ണായിട്ട് സമർപ്പിക്കാൻ പറ്റുമോ? നിന്റെ വേദനകളെ മാറ്റി തരുവാനും, ദൈവം പണിയുവാനും, ദൈവം പുതിയതായിട്ട് പണിതെടുക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ കുറി വാക്യം എന്ന് പറയുന്നത് 61:4 വാക്യം. പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോകുകയും ചെയ്യും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായി കിടന്ന ശൂന്യ നഗരങ്ങളെ കേടുപോകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൻ പുരാതന ശൂന്യങ്ങളെ പണിയുന്ന ദൈവമാണ്. എൻ്റെ ദൈവം പുരാതന ശൂന്യങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം പുരാതന ശൂന്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പുരാതന ശൂന്യങ്ങൾ എന്ന് പറയുമ്പോൾ യുഗ അവസാനത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് ശേഷം ഇസ്രായേൽ വീണ്ടും പണിയപ്പെടുകയും മറ്റു രാജ്യങ്ങൾ അവരോട് ചേർന്ന് പ്രവർത്തിക്കും, ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പണിയും. ഹല്ലേലൂയ. പുരാതനമായി പഴയ കാര്യങ്ങൾ എന്നുവെച്ചാൽ പുരാതനമായി കിടക്കുന്നത് പുരാതനമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ യെശയ്യാവിലേക്ക് 61:5 വാക്യത്തിലേക്ക് വായിക്കാം. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയും പരദേശിക്കാർ നിങ്ങൾക്ക് ഒഴിവുകാരാകും. അന്യജാതിക്കാർ നിന്നും നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും, പരദേശിക്കാർ നിങ്ങൾക്ക് ഒഴിവുകാരും
മുന്തിരിത്തോട്ടമാകും. ആമേ ഹല്ലേലൂയ. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. അന്യജാതിക്കാർ നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ, ആമേ ഹല്ലേലൂയ, നിങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുവാൻ, ആമേ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുവാൻ, ഓ സ്വർഗത്തിലെ ദൈവ, നിങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുവാൻ, പരദേശിക നിങ്ങൾ കുഴുവച്ചാലുകളോ മുന്തിരിത്തോട്ടമാക്കി തീർക്കുന്നത്, മുന്തിരിത്തോട്ടമായി നിന്നെ മുന്തിരിത്തോട്ടമാക്കി മാറ്റുകയാണ്. ചിലർ സേവിക്കുവാൻ, ആമേ ചിലർ സേവിക്കുവാൻ, ചിലവരെ ദൈവം നിയമിക്കുന്ന വർഷം, ചിലവരെ ചേർക്കുന്ന വർഷമാണ്. പരദേശികളെ ചിലവരെ ദൈവം കൂട്ടിച്ചേർക്കും. ഈ വർഷം നിങ്ങൾക്ക് ആരാധിക്കുമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങളെ സഹായിക്കുവാൻ ചിലരെ ദൈവം ചേർക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ആമേ ഹല്ലേലൂയ. തകർന്ന് കിടക്കുന്നവനെ, പൊളിഞ്ഞു കിടക്കുന്നവനെ, ഇടിഞ്ഞു കിടക്കുന്നവനെ, ആമേ ഹല്ലേലൂയ, യാഗവസ്തു ഇടിഞ്ഞു കിടക്കുന്ന പോലെ പണിയത്തക്കവണ്ണം പുരാതനമായ ശൂന്യങ്ങളെ ദൈവ പണിയും. പുരാതന ശൂന്യങ്ങളെ ഈ വർഷം ദൈവം പുരാതന ശൂന്യങ്ങളെ പണിയുന്ന വർഷമായതിനാൽ ദൈവമേ നിന്റെ കര, ഓ എന്നിൽ കര ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്ര. മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പണിയുവാൻ ഇന്ന് പണിയണം. ഇന്ന് നമ്മൾ പുരാതന പണിയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പണിയണം, ഒന്ന് പണിയുവാൻ. ആരെങ്കിലും ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദൈവ പണിയും. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മളെ പണിയുന്ന ദൈവമാണ്. പണി അറിയാവുന്നൊരു ദൈവം ഒന്നേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. നമ്മൾ പണിയണം. കർത്താവിന്റെ വരവിൽ ആമേ ഹല്ലേലൂയ സകലതും 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 ആമേ ഹല്ലേലൂയ അവിടെ പണിപ്പെടുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമേറിയ അനുഗ്രഹം ആമേ പുരാതനമായി കിടക്കുന്നത് ആമേ പണിയപ്പെടും. നോക്കുന്നു, യെശയ്യാവില് 61:6 വാക്യത്തിലോട്ട് വരുമ്പോൾ, യെശയ്യാവ് 61:6 വാക്യം, മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച്, നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. നോക്കണം, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർന്ന് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിക്കും. എങ്ങനെ അനുഭവിക്കും? ജാതികളുടെ സമ്പത്ത്. ആമേ ഹല്ലേലൂയ. എങ്ങനെ വരും? നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുമ്പോൾ, ആമേ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന് വിളിച്ചനുസരിച്ച് ദൈവം ഏൽപ്പിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചിലത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ വർഷം നമുക്ക് ചിലന്താണ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കണം? പുരോഹിതന്മാർ. നമ്മളെ വിളി എന്താണ്? രാജ പുരോഹിത വർഗമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങളുടെ വിളി എന്താണ്? ഹല്ലേലൂയ, രാജ പുരോഹിത വർഗമായിട്ടാ ദൈവം വിളിച്ച്. അതാ പുരോഹിതന്മാരെ വിളിക്കപ്പെട്ടു. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. ശുശ്രൂഷകന്മാർ. നിങ്ങൾ എല്ലാവരും ദൈവത്തിന് ശുശ്രൂഷകരാണ്, പ്രാർത്ഥിക്കുന്നതാണ്, ദൈവത്തിന്റെ വേലക്കാരാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരാൾ മാത്രമല്ല, ഇന്ന് ദൈവത്തിന്റെ വേലക്കാരാണ്. നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യണം. ഈ വർഷം നല്ലപോലെ ദൈവം തരുന്ന മുന്തിരിത്തോട്ടത്തിൽ നല്ലപോലെ നമ്മൾ വേല ചെയ്യണം. ദൈവം തരുന്ന മുന്തിരിത്തോട്ടത്തിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നല്ലപോലെ മുന്തിരിത്തോട്ടത്തെ നല്ലപോലെ കൃഷി ചെയ്യുവാൻ, അത് ആ തോട്ടത്തിനകത്ത് വിതച്ച വിത്ത് കിളിർക്കുന്ന പോലെ ദൈവം ആക്കി വെച്ചിരുന്ന മുന്തിരിത്തോട്ടത്തിൽ നല്ലപോലെ കിളിർക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. അതാ നിനക്ക് പേരാകും ആ മുന്തിരിത്തോട്ടത്തെ നല്ലപോലെ പരിപാലിക്കുവാൻ. ഈ മുന്തിരിത്തോട്ടത്തെ ആയിരിക്കും ആമേ ഹല്ലേലൂയ മുന്തിരിത്തോട്ടക്കാരാക്കി വെക്കുന്നു ദൈവം. ഹല്ലേലൂയ. എന്നാൽ തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതിയുടെ സമ്പത്ത് അനുഭവിച്ച് അവിടെ മഹത്വത്തിന് അവകാശികളായി തീരും. ദൈവത്തിന് ആരുടെ മഹത്വത്തിന്? അവരുടെ മഹത്വത്തിന് ഒത്തവണ്ണം. നമ്മുടെ മഹത്വത്തിന് ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. നമ്മുടെ മഹത്വത്തിന് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ, അല്ലെ നമുക്കൊരു നന്മ തരുമ്പോൾ നമ്മുടെ മഹത്വം ആരാ? നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ചില വ്യക്തി ചേർക്കുമ്പോൾ മഹത്വം നമ്മുടെ ദൈവത്തിനാണ്. മഹത്വവും സ്തുതിയും ആർക്കാ? ദൈവത്തിനാണ്. ആമേ. പുരോഹിതർ എന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മേൽ ഏൽപ്പിക്കുന്നത് പുരോഹിത, നമ്മുടെ ദൈവത്തിന് ശുശ്രൂഷകർ എന്ന് നിങ്ങൾക്ക് പേരാകും.
നിങ്ങൾ പേരാകും. ഹല്ലേലൂയ. ദൈവത്തെ നല്ലപോലെ ഒന്ന് സേവിക്കുക, നല്ലപോലെ ഒന്ന് സേവിക്കുക. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുക. നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമെങ്കിൽ ആത്മാർത്ഥതയോടെ നമുക്ക് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റും. ആത്മാർത്ഥമായി നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്നു. ഹല്ലേലൂയ. ഇടർച്ചകൾ വരാതെ, പരാജയങ്ങൾ വരാതെ, ഇടറി പോകാതെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ആക്കി വെക്കും. ഹല്ലേലൂയ. ആക്കി വെക്കുന്ന പറയുന്നത് മനുഷ്യനല്ല. ഇന്ന് എന്തെങ്കിലും ആക്കണമെങ്കിൽ, നിന്നെയോ എന്നെയോ എന്തെങ്കിലും ആക്കി വെക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവമാണ് കുഞ്ഞെ. ദൈവം നിന്നെ ആക്കി വെക്കുന്നെങ്കിൽ ഒരു ശുശ്രൂഷനാക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമല്ല, സഭയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് സഭയിൽ ഒരു പാസ്റ്റർ എന്ന് പറയണമെങ്കിൽ അല്ല, അവിടെ ആക്കി വെക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യർക്ക് ഒന്നും ആക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനാക്കാൻ പറ്റുമെങ്കിൽ നമുക്കെന്താണ്? നമുക്ക് ഒരു മനുഷ്യനല്ല, ഒരു ശുശ്രൂഷനാക്കി വെക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ദൈവമാണ്. ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം ഞാൻ ആക്കി വെക്കുന്നത് എന്ന് പറയുന്ന ആരാണ്? ദൈവമാണ്. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകർന്ന് നിങ്ങൾക്ക് പേരാ. ഹല്ലേലൂയ. തിരുവചനം വീണ്ടും വിളിച്ചു പറയുന്നു, നമ്മൾ ദൈവം ആക്കി വെക്കുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, ദൈവത്തിന് ഒത്തവണ്ണം, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന് ദൈവം നമ്മളെ മാനിച്ചു. ഹല്ലേലൂയ. ഒരു സമയത്ത് നമുക്കറിയാം, നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നുപോയവരാണ്, ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണ്, അറിയാതെ കടന്നവരാണ്, അല്ലേ? അറിയാതെ കടന്നു, ആരാധിച്ചു, ദൈവത്തെ അറിഞ്ഞു, അറിയേണ്ട സാഹചര്യങ്ങൾ വന്നു, വ്യത്യസ്തമായിരുന്നു. ദൈവ ആത്മഭാരം, ഇന്ന് ആത്മഭാരം ആർക്കുണ്ട്? ആത്മഭാരമുള്ളവരൊക്കെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. ഹൃദയത്തിനകത്ത് ഒരാത്മഭാരം നമുക്ക് വേണം, ഒരു കത്തലകത്ത് വേണം. കത്തുന്ന പത്രോസിനറിയില്ല, ഒരു കത്തൽ വന്നതുകൊണ്ടാണ് ഒരു ശുശ്രൂഷകനായി മാറിയത്. ഹല്ലേലൂയ. പത്രോസിന്റെ ഹൃദയത്തിനകത്ത്, പത്രോസിന്റെ ക്വാളിറ്റി എന്താണ്? ഒരകത്ത് കത്തുന്ന ഒരു ഹൃദയം, ഒരാത്മഭാരമാണ് അവിടെ കണ്ടത്. പ്രൈസ് ദി ഹല്ലേലൂയ. അതാ ദൈവത്തിന് വേണ്ടി ഒരു കത്തുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? ഒരു കത്തുന്ന ഒരു ഹൃദയമുണ്ടോ? ഒരാത്മഭാരമുള്ള ഒരു ഹൃദയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. ആ ഒരു ആത്മഭാരത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ പലതാക്കി മാറ്റിവെക്കുക. ദൈവം തെരഞ്ഞെടുക്കുക. ദൈവമക്കളെ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ഇന്ന് നമ്മൾ ഒരു വ്യക്തി പ്രയോജനപ്പെട്ടാൽ അടുത്ത വ്യക്തി പ്രയോജനപ്പെടും, അടുത്ത വ്യക്തി പ്രയോജനപ്പെട്ടാൽ ഒരു മുന്തിരിത്തോട്ടം പോലെ, ഒരു മുന്തിരിയാണെങ്കിൽ അതൊരു തോട്ടം പോലെയായി തീരും. ഒരു കുടുംബത്തിനകത്ത് ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവന് ഒരു തോട്ടമായി തീരുന്നത് പോലെ, ഒരു സഭയിൽ ഒരു വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ ആ സഭ മുഴുവന് അനുഗ്രഹമായി തീരുന്നത് പോലെ ദൈവം ആക്കി വെക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ നന്മകൾ വരുന്നുണ്ട്, അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. ദൈവമാണ് ആക്കി വെക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യനല്ല. ഇന്ന് മനുഷ്യനല്ല തെരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ വന്നതാണോ? അല്ല, ദൈവം കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. ദൈവം കൊണ്ടുവന്നവരെല്ലാവരും ഇതിനകത്ത് വന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവമാണ് ആക്കി വെക്കുന്നത്. ആരെയും എവിടെ ആക്കി വെക്കുന്നു? എന്നെ ഇവിടെ ആക്കി വെച്ചത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. അല്ലെ ഞാൻ ഇവിടെ വന്ന് കയറി ഇരുന്നൊന്നുമല്ല, എന്റെ സ്വർഗത്തിലെ ദൈവമാണ്. എന്നെ കൂടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദേശത്ത് ആര് കൊണ്ടുവന്നോ? എന്റെ ദൈവമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതാ വന്ന വഴികൾ നമ്മൾ മറക്കാതെ നമ്മൾ എന്തായിരിക്കണം? ദൈവസനയില് നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ളവരായി ദൈവസന എപ്പോഴും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പാ ഞാൻ നിന്നതല്ല, ദൈവം നിർത്തിയനെ ഓർത്ത് അതാ വചനം പറയുന്നു, നിൽക്കുന്നവർ വീഴാതെ സൂക്ഷിപ്പേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വലിയൊരു പദവിയിലോട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിന്റെ പദവിയിലേക്ക് ശുശ്രൂഷകരായി കൊണ്ടുവരുമ്പോൾ അതൊരു വലിയ പദവിയാണ്. ഇവിടെ ശമ്പളം കിട്ടിയില്ല എങ്കിലും സ്വർഗത്തിലൊരു നന്മ കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നത് ചെറിയ കാര്യമല്ല, പ്രസംഗിക്കുന്ന വലിയ കാര്യമല്ല. ഞങ്ങളുടെ ആരോഗ്യം മൊത്തം ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാര്യം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നു. ഇതിന് ഇരട്ടി അനുഗ്രഹമാണ്, ഇരട്ടി അനുഗ്രഹമാണ്. പ്രതിഫലം ആരാധന. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ സഭയിൽ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഇതൊക്കെ ആരാണ്? ദൈവം ആക്കി വെച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തെ നല്ലപോലെ ആരാധിക്കുവാൻ, അത് മഹത്വത്തിന് ഒത്തവണ്ണ, ദൈവത്തിന് സ്തുതിക്കത്തക്കവണ്ണ ദൈവ സ്വർഗ്ഗമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരുകയാണ്. നിങ്ങൾ ജാതിയിലെ സമ്പത്ത് അനുഭവിച്ച് അവിടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നിങ്ങൾ അവകാശികളായിത്തീരും. ചിലതിൻ്റെയൊക്കെ അവകാശങ്ങൾ നിങ്ങളുടെ മേൽ വരികയാണ്. ഇന്നലെ വരെയും നിങ്ങൾക്ക് അവകാശം എടുക്കാൻ പറ്റിയില്ല, ചിലന്ന് അവകാശം എടുക്കാൻ പറ്റിയില്ല.
ഇതാ ഈ വർഷം നിങ്ങൾക്ക് ചിലത് അവകാശമാക്കി, ചിലത് അവകാശമായി, നിങ്ങൾ ആഗ്രഹപ്രമായി, ചിലത് അവകാശമായി. നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി തീരുമ്പോൾ ചില അവകാശങ്ങൾ നിങ്ങളുടെ മേൽ തരുന്നുണ്ട്, അവകാശങ്ങളായി തരുന്നുണ്ട്. എത്ര പേർക്കത് മനസ്സിലാവുന്നുണ്ട്? ദൈവ ചില അവകാശങ്ങളായി, ഇന്നലെ വരെ അവകാശമില്ല എങ്കിൽ ചില അവകാശമാക്കി നിങ്ങളുടെ സ്വന്തമാക്കി തീർക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവകാശം എന്ന് പറയുമ്പോൾ നമുക്കൊരു അവകാശമുണ്ട്, പക്ഷെ അതിനൊരു ഉടമസ്ഥനുണ്ട്. ഉടമസ്ഥന് എപ്പോഴും സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം സ്വതന്ത്രനാക്കുവാനാണ്. നിങ്ങളുടേതായി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകുന്നതും വാടകയ്ക്ക് വണ്ടി എടുത്ത് പോകുന്നതും രണ്ടും രണ്ടാണ്, അല്ലേ? നമ്മുടെ വാടകയ്ക്ക് ഒരു വണ്ടി വിളിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴും വേണമെങ്കിലും നമ്മളെ ഇറക്കി വിടാം. വാടക വണ്ടിയിൽ എപ്പോഴും ഇറങ്ങിയാലും വഴിയിൽ വെച്ച് നടന്നാലും പൈസ കൊടുത്താലും നമ്മളെ ഇറക്കി വിടാം. പക്ഷേ സ്വന്തം വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആരും ഇറക്കി വിടുമോ? ഇല്ല. ഡ്രൈവർ വെച്ച പോയാലും ഡ്രൈവർ പറയുകയാണ്, എനിക്കിതുവരെ വണ്ടി ഓടിക്കാൻ പറ്റും, ഞാൻ ഇറങ്ങി ഇപ്പോൾ പോണ്, നീ പോ, ധൈര്യമായിട്ട് പോ, ഞാൻ വണ്ടി ഓടിക്കും. കാര്യം എന്താണ്? ഡ്രൈവ് പഠിച്ചിട്ടാണ് വണ്ടി ഓടിക്കാൻ കയറ്റിയത്. പ്രൈസ് ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഡ്രൈവർ ഇറങ്ങിപ്പോയാലും ആമേ ഹല്ലേലൂയ, ശുശ്രൂഷകനെ ഡ്രൈവറാക്കി വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഡ്രൈവർ എപ്പോഴും വഴിയിൽ വെച്ച് പോകും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ വണ്ടി എടുക്കാവൂ. സഹോദരന്മാർക്കൊക്കെ നല്ല ചാൻസാണ് കേട്ടോ. ഞങ്ങൾക്ക് വണ്ടി ഓട്ടിക്കാൻ പറ്റുമെന്ന് കേട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓട്ടിക്കാം. ഇപ്പോൾ സഹോദരിമാരാണ് കൂടുതൽ വണ്ടി ഓടിക്കുന്നത്. അതിന് പ്രായഭേദമൊന്നുമില്ല, ഒന്നുമില്ല. കണ്ണൊക്കെ നല്ല പവറൊക്കെ ഉണ്ടെങ്കിൽ, നല്ല കഴിവുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഓട്ടിക്കാം. കാരണം എന്താ പറയുമ്പോൾ, ഇടയ്ക്ക് വെച്ചൊരു ഡ്രൈവർ നമ്മൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ സമയത്തിന് വന്നില്ല, നമ്മളൊരു ആവശ്യം പറയുമ്പോൾ, നമുക്കൊരു അത്യാവശ്യമായൊരു യാത്ര പോകണം, വന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വിയർക്കരുത്. നമുക്ക് ധൈര്യമായിട്ട് ഓട്ടിക്കാനൊരു കൃപ വേണം. ഹല്ലേലൂയ. ഞാനൊരു ഡ്രൈവിംഗ് പഠിക്കാതെയാണ് വണ്ടി എടുത്തിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും വിയർക്കുമായിരുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഡ്രൈവർ വെച്ച് ഓടിയ സമയത്തൊക്കെ ഞാൻ വിയർക്കുമായിരുന്നു. പ്രൈസ് ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയാലോ വിയർക്കേണ്ടി വരത്തില്ല. കാര്യം എന്താണ്? ദൈവം അതിൻ്റെ മേലൊരു ശുശ്രൂഷയാക്കി വെച്ചിട്ട് ഏത് കാര്യത്തിലും അതിൻ്റെ രീതിക്ക് ഒത്തവണ്ണ എൻ്റെ ദൈവത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്, എവിടെ തുടങ്ങണമെന്ന്, എവിടെ അവസാനിപ്പിക്കണമെന്ന് ദൈവത്തിന് നല്ലപോലെ അറിയാം. അവൻ പുരാതന വചനം പറയല്, പുരാതന ശൂന്യങ്ങളെ പണിയും. ഈ വർഷം പണിയും. ദൈവ പണിയെ പൊളിഞ്ഞു കിടക്കുന്നതിനെ, ഇടിഞ്ഞു കിടക്കുന്നതിന് ഈ വർഷം ദൈവം പണിയും. ഈ പുരാതന ശൂന്യം പണിയുമ്പോ ഇന്ന് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി ഒന്ന് കൊടുക്കുമെങ്കിൽ, കർത്താവേ നീ പണിയുമെങ്കിൽ എന്നെ ഒന്ന് പണിയണം. ആദ്യം പണിയേണ്ടതിന്റെ ഹൃദയത്തെ ഒന്ന് പണിയണം. ഹൃദയത്തെ ഒന്ന് പണിയുമെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന, അല്ലെ അസമാധാനത്തിൽ കിടക്കുന്ന, സ്വസ്ഥതയില്ലാതെ കിടക്കുന്ന, ഇപ്പൊ പലർക്കും ഉറക്കമില്ല, സമാധാനമായിട്ട് ഉറങ്ങുന്നില്ല. വരെ വിളിക്കുന്നു, ഒരാൾ വിളിച്ചു ഇവിടുന്ന് വരുമ്പോൾ അയ്യോ 3 ദിവസം ഉറങ്ങിയില്ല, വേറൊരാൾ വിളിച്ചു 2 ആഴ്ച കൊണ്ട് ഉറങ്ങിയില്ല. ഉറക്കങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പക്ഷെ പറയണം, എൻ്റെ ദൈവം ഒന്ന് പണിയണമേ, ഇന്ന് പണിയണമേ. ഇന്ന് നിങ്ങളുടെ മേലൊരു പണി നടക്കത്തക്ക വണ്ണം ദൈവകരങ്ങളൊന്ന് താഴ്ത്തി, നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവകരങ്ങൾ കൊടുക്കുമെങ്കിൽ ദൈവ പണിയും. ദൈവ പണിയണമോ? എന്നെ ഒന്ന് പണിയണമോ? ഞാൻ ദൈവകരങ്ങൾ കൊടുക്കും. കർത്താവേ എന്നെ ഒന്ന് പണിയണമേ. ഹല്ലേലൂയ. അത് എല്ലാ ദിവസവും കൊടുക്കും. മാസത്തിൽ 3 ദിവസം പൂർണ്ണമായിട്ട് കൊടുക്കും. ഹല്ലേലൂയ. വർഷത്തിൽ 1-2 പ്രാവശ്യം 7 ദിവസം കൊടുക്കും. എന്തിനാ? എന്നെ ഒന്ന് പണിയണം. ഹല്ലേലൂയ. ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി കയറ്റുന്ന പോലെ പണിതെടുത്തില്ല എങ്കിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതകളും അസമാധാനങ്ങളും വരും. ദൈവത്തിന്റെ മഹത്വമേറിയ വിടുതൽ നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആമേ കുശവന്റെ കയ്യില് ആമേ ചക്രമായിരിക്കുന്ന ചക്രത്തിന്റെ മേല് ആമേ കളിമണ്ണായിട്ട് ആരായിത്തീരണം? നീയും ഞാനുമായിട്ട് ഒരു കളിമണ്ണായിട്ട് തീർന്നേ പറ്റൂ. ഹല്ലേലൂയ. ചക്രത്തിന്റെ മേൽ കയറുമ്പോ ഒരു കളിമണ്ണായിട്ട് തീരണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. ആമേ ഹല്ലേലൂയ. ദൈവമക്കളെ, പൂർവന്മാർ പണിയാതെ കിടക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ പണിയാതെ കിടക്കുന്ന
പൂർവന്മാരുടെ മേൽ പണിയാതെ കിടക്കുന്ന അനുഗ്രഹം ഈ വർഷം നിങ്ങളുടെ മേൽ പണി നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകളുടെ മേൽ ചെയ്യാൻ പോകുകയാണ്. നിന്റെ തലമുറകൾ ചെയ്യാൻ പോകുകയാണ്. നിന്റെ മക്കൾ ചെയ്യാൻ പോകുകയാണ്. ആമേ, കുടുംബത്തിനകത്ത് ആമേ വർഷങ്ങളോ പഴക്കം ചെന്ന അതാ പൂർവന്മാരുടെ ആമേ പഴക്കം ചെന്ന ആമേ ഹല്ലേലൂയ ചില ഭവനത്തിന്റെ മേൽ പണികൾ നടക്കാൻ പോവുകയാണ്. ചില ഭവനങ്ങളുടെ പണികൾ നടക്കാൻ പോവുകയാണ്. പൊളിഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ. ചിലടത്ത് ദൂത് പറഞ്ഞു, നിന്റെ മക്കൾ ചില നല്ല ഭവനങ്ങൾ വെക്കാൻ പോകുന്നു. ആമേ, നല്ല ഭവനങ്ങൾ പണിയാൻ പോകുന്നു. ആമേ, ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുവരുന്നു. പൂർവന്മാരുള്ള ഭവനമുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, ചാനൽ കുളിക്കുന്ന ഒരുപാടുണ്ട്. പൂർവന്മാരുടെ ഭവനം, പൂർവന്മാരുടെ ഹല്ലേലൂയ, അത് പൊളിഞ്ഞു കിടക്കുകയാണ്. അതിന് ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ വർഷം ആമേ നിന്റെ സന്തതി അത് പണിയോ, നിന്റെ തലമുറ ഈ വർഷം പണിയോ. അത് ദൈവം പണിപ്പിക്കുന്ന വർഷമാണ് 2025. അതാ വിളിച്ചു പറഞ്ഞ പുരാതനമായി ശൂന്യമായി കിടക്കുന്നത് ദൈവം പണിയുന്നുണ്ട്. നിർജ്ജനമായ സ്ഥലങ്ങളിൽ നിർജ്ജനമായി കിടക്കുന്ന നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരിക്കുന്നത് ശൂന്യങ്ങളെ കേടുപോകുകയും ചില കേടുകൾ തീർക്കുന്നുണ്ട്. ചില കേടുവന്ന ഭാഗങ്ങളുണ്ട്. ആമേ, ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ബിൽഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ. നിങ്ങൾ ഈ ചാലയിൽ പോകുമ്പോൾ ചാലയ്ക്കകത്തൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. എന്നിട്ട് വെളിയിൽ നിന്ന് നോക്കണം കേട്ടോ, എത്ര ആലുമരം പൊടിച്ചിരിക്കണമെന്നറിയാമോ? ഞാൻ ഇടയ്ക്ക് ചെന്നപ്പോൾ ഇങ്ങനെ നോക്കി എൻ്റെ കണ്ണ് ഓരോട്ട് പോയപ്പോൾ എത്ര ആല് മുളച്ചിരിക്കണമെന്ന് കണ്ടോ. ഒരു സൈഡിൽ കൂടെ കെട്ടിടം പിളന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടൊന്നുമല്ല. ചാലയ്ക്കകത്തുള്ള ആ പഴക്കട ഇങ്ങോട്ട് അകത്തൊരു ബിൽഡിംഗ് ഉണ്ട്, തറസ് വാർത്ത അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ആ ചില മരങ്ങൾ ആലും വേറെ എന്തൊക്കെ ഉണ്ട്, എനിക്കെല്ലാം അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് വന്ന് മുളച്ചു. ചിലതൊക്കെ കുത്തനെ ഇറങ്ങുന്നുണ്ട്. ചില അതിൻ്റെ സൈഡ് ഭിത്തിയൊക്കെ. ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിലും നാളെ ആരെങ്കിലും വിട്ടുപോയി ഇത് കളയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ചാനലുകൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ കേൾക്കും. ഗവൺമെൻറ് സ്ഥലങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഒരാല് മുളച്ച് നിന്നാൽ ബിൽഡിങ്ങിനകത്ത് ചെറുത് നിസ്സാരമായിട്ട് കണ്ടാൽ മതി, നാളെ അത് രണ്ടായിട്ട് പിളർന്നു കൊണ്ടുവന്ന അനുഭവങ്ങളാണ്. അതാണ് കേട് വരുത്തിയത്. ആമേ, ഹല്ലേലൂയ. നമ്മൾ കേടുവരുത്തിയ ചില സാധനങ്ങളുണ്ട്. ആമേ, ഹല്ലേലൂയ. അതിനെ പണിയും. ആമേ, ഹല്ലേലൂയ. പിളർന്നു നിൽക്കുന്ന അനുഭവങ്ങൾ, കേട് വന്നത് പണിയാൻ പറ്റാതെ തടസ്സമായി കിടക്കുന്നത്. ആമേ, പണിയാൻ പറ്റില്ല. തടസ്സം. അതിൻ്റെ മേൽ കൈവയ്ക്കാൻ പറ്റുന്നില്ല. അതിലോട്ട് മുന്നോട്ട് പോകാൻ പാകുന്നില്ല. പക്ഷെ അതിൻ്റെ മേൽ ഈ വർഷം ദൈവം അതിൻ്റെ കേടുകൾ തീർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പണിയുന്ന വർഷമാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ പുരോഹിതന്മാരും ശുശ്രൂഷകന്മാരും പ്രവർത്തിക്കുകയും ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പുരോഹിതന്മാരാകും ശുശ്രൂഷകന്മാരായും പ്രവർത്തിക്കുകയും ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. യെശയ്യാവ് 49:8 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തിൽ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്ന് പറയുവാനും ഞാൻ നിന്നെ കാത്തു. യഹോവ ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാവ് 49:8 വാക്യം. ആമേൻ, ഹല്ലേലൂയ. യഹോവ കർത്താവായ ദൈവം ഇങ്ങനെ പറയും. യഹോവ അരുളി ചെയ്തത് പ്രസാദകാലം. ഇത് പ്രസാദം. ഞാൻ നിനക്ക് ഉത്തരമരുളി. പ്രസാദകാലത്തെ ഉത്തരമരുളി. രക്ഷാ ദിവസത്തിൽ നിന്നെ സഹായിച്ചു. ദേശത്തിൽ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ
കൈവശമാക്കുവാനും ശൂന്യമായി കിടക്കുന്നതിനെ നിങ്ങൾക്ക് അവകാശമാക്കി കിട്ടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എവിടെയൊക്കെ ചെന്ന് വീഴുന്നുണ്ട്. ഈ വിടുതൽ എവിടെയൊക്കെ ചെന്ന് വീഴുന്നുണ്ട്. ശൂന്യമായി കിടക്കുന്നതൊക്കെ, നിങ്ങളുടെ കയ്യിൽ വരൂല എന്ന് പറഞ്ഞു പോയതൊക്കെ, നിങ്ങളുടെ കയ്യിൽ എത്തൂല എന്ന് പറഞ്ഞതൊക്കെ, ആമേ, ശൂന്യമായി കിടക്കുന്നതൊക്കെ ഈ വർഷം ദൈവം നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുന്നു. ഞാൻ ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കുറേ കാട് ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ മനസ്സിപ്പം തെളിയുകയാണ്, ഭയങ്കര കാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിതെല്ലാം തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ശൂന്യമായി കൃഷിയില്ലാതെ കാട് കയറി കിടക്കുന്ന സ്ഥലത്തെ ഭൂമി ഉണ്ടായിട്ട് എൻ്റെ ജീവിതത്തിൽ കൃഷി കാണുന്നില്ല. അത്രത്തോളം ഒരു കാട് നമുക്കറിയാം. എന്ന് വെച്ചാൽ കൃഷിയില്ലാത്ത ഒരു കാടായി വന്നു പല കാടുകളായിട്ട് നിറഞ്ഞു കിടക്കുന്ന അനുഭവത്തിലേക്ക്. വീടൊന്നുമില്ല, വീട് ആ സൈഡ് വീടൊന്നും കാണാൻ പറ്റില്ല, കാട് വീട്. അതാണ് ശൂന്യമായി കിടക്കുന്നു. കൃഷിയില്ലാത്ത സ്ഥലത്ത് എന്നാണ് പറയുന്നത്, ശൂന്യമാണ്. കാടും പടർപ്പായി കിടക്കുന്ന സ്ഥലമാണ് ശൂന്യമായി കിടക്കുന്നു. പക്ഷെ ബൈബിൾ പറയുന്നു, ശൂന്യമായി കിടക്കുന്ന നിനക്ക് അവകാശമായി. ഇത് പറയുമ്പോൾ തന്നെ നിന്റെ മേൽ അത് വരുന്നുണ്ട്. ഹല്ലേലൂയ, വചനം വെളിപ്പെടുന്നുണ്ട്. ഇത് ഞാനല്ല പറയുന്നത്, യഹോവയായ ദൈവം പറയുന്നുണ്ട്. ശൂന്യമായി കിടക്കുന്നതിനെ നീ അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് കയറി പ്രാർത്ഥിച്ചു. ഈ അടുത്ത വർഷമൊന്നുമല്ല, 2026-ലും 50 വർഷം കഴിഞ്ഞൊന്നുമല്ല. ഈ വർഷം 25 അവസാനിക്കും മുമ്പേ നിങ്ങൾക്ക് കൈവശമാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് അവകാശമായി ശൂന്യമായിട്ട് കിടക്കുന്നതിന് നീ എന്തിനാക്കി മാറ്റും? മുന്തിരിത്തോട്ടമാക്കി മാറ്റാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശൂന്യമായി കിടക്കുന്നത് എന്നുവെച്ചാൽ കൃഷിയില്ല, അവിടെ വെട്ടില്ല, കിളയ്ക്കുന്നില്ല, ഒരു വർക്കുമില്ല, മൊത്തത്തിൽ ഭീതിയായിട്ട് കിടക്കുന്ന കാടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം നിന്ന് ഭയപ്പെടുത്തുന്ന ചില അസ്വസ്ഥതകൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ ഏരിയയിലൊക്കെ നമുക്ക് നമ്മൾ തൊട്ടടുത്ത് നമുക്ക് എന്താണ് ശൂന്യമായിട്ട് അവിടെ ആൾ താമസമില്ല, അവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പ്രയാസമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ഭയപ്പെടും. പക്ഷെ അത് ദൈവം മാറ്റാൻ പോവുകയാണ്. അത് ശൂന്യമായി കിടക്കുന്നതിനെ, അതാമേ ഹല്ലേലൂയ, അവകാശത്തിൻ്റെ മേൽ ആ ശൂന്യമായി കിടക്കുന്നതിനെ തിരുവചനം പറയുന്നു, ഞാൻ നിനക്ക് അവകാശമാക്കി തരാൻ പോകുകയാണ്. അതാ ദൈവത്തിൻ്റെ പ്രസാദ കാലത്ത് നിനക്ക് ഉത്തരമരുളി രക്ഷാ ദിവസത്തിനെ സഹായിച്ചും ദേശത്തിൽ ഉയർത്തുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദത്തിന് രക്ഷ വരുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും. മനുഷ്യനല്ല ഉയർത്തുന്നത്, ഒരു ദൈവമാണ് നിങ്ങളെ ഉയർത്തുന്നത്. ദൈവമാണ് നിങ്ങളെ സഹായിക്കുന്നത്. അത് മനുഷ്യനല്ല. ദൈവം ഉയർത്തിയാൽ ആർക്ക് താഴ്ത്താൻ പറ്റത്തില്ല. അത് ദൈവം നിങ്ങളെ ഉയർത്തും. ഈ വർഷം നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചോ, ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യോ. ഈ വർഷം താഴ്ത്തോ എന്നല്ല പറഞ്ഞത്, ഉയർത്താമെന്നാ പറയുന്നത്. ഉയർത്തുമെന്ന് പറയുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കർത്താവ്, എനിക്കൊന്ന് ഉയരണം, ഞാൻ ഉയർന്ന ആത്മീയയിലൊന്ന് എനിക്കൊന്ന് ഉയരണം, അല്ലേ? ആത്മീയയിൽ ഉയരുമ്പോൾ എല്ലാം അനുഗ്രഹമായി തീരും. നമുക്കൊന്ന് ആത്മീയയിലൊന്ന് ഉയരണം. ആരാണ് ഒന്ന് ഉയരാൻ ആഗ്രഹിക്കാത്തത്? ഇവിടെ എല്ലാവരും ആഗ്രഹിക്കും, ഞങ്ങൾക്കൊന്ന് ഉയരണം. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറി, ഇപ്പോഴത്തെ എത്ര ഞെരുക്കങ്ങളും പ്രയാസങ്ങളുണ്ട്. എല്ലാവരും ഓരോരുത്തരും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ കഷ്ടതയൊക്കെ മാറി ചില പറയും, എനിക്ക് എൻ്റേതായ ഒരു രീതിയിലൊന്ന് വരണം. എല്ലാവരും ആഗ്രഹിക്കാത്ത ഒന്നുമില്ല. പക്ഷെ ദൈവം തക്ക സമയത്ത് ദൈവം ഉയർത്തും. ആമേ, ഹല്ലേലൂയ. ദൈവം ദേശത്തിൻ്റെ മേൽ നിന്നെ എവിടെയാ ഉയർത്താൻ പോകുന്നത്? ദേശത്തിൻ്റെ മധ്യേ ഉയർത്താൻ പോകുന്നത്. അല്ല, നിങ്ങളെ ഭവനത്തിനകത്ത് മാത്രം ഉയർത്തിയാൽ പോരാ. നിങ്ങളെ ഭവനത്തിൽ ഉയർത്തി ഇരുത്തുന്ന ഒരിടത്ത് മൂലയ്ക്കകത്ത് മാത്രം ഒതുക്കി നിർത്തുന്ന ദൈവമല്ല. ദൈവം ദേശത്തിൻ്റെ മധ്യേ, പട്ടണത്തിൻ്റെ മധ്യേ ദൈവം ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ ഉയർത്തിയപ്പോൾ, എന്നെ ദേശത്തിൽ മധ്യേ, ഈ മുറിഞ്ഞപാൽ ദേശത്തിൽ മധ്യേ ദൈവം എന്നെ ഉയർത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കർത്താവേ, നീ എന്നെ ഉയർത്തിയല്ലോ, എനിക്കെന്തെങ്കിലും ദൈവത്തിന് ചെയ്യണമല്ലോ. എൻ്റെ ആഗ്രഹം അതാ. എന്നെ ദൈവം ദേശത്തിൽ ഉയർത്തി അനുഗ്രഹിച്ചു, മാനിച്ചു, എല്ലാം തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, എൻ്റെ ദൈവത്തിനെ ഉയർത്താതെ എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല.
എങ്ങനെ ഉയർത്താൻ പറ്റും? ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ. എന്നാൽ ദേശത്ത് ഉയർത്തുമെങ്കിൽ ഞാൻ പട്ടണത്തിൽ ദൈവത്തിനെ ഉയർത്തുക. ഹല്ലേലൂയ. പട്ടണത്തിൽ ദൈവത്തിന്റെ മഹത്വം ഉയർന്ന 3 കൺവെൻഷനും പുത്രി കണ്ടെത്ത ദൈവത്തെ യേശുവിനെ ഉയർത്തി. ആമേ. ഹല്ലേലൂയ. പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് വന്നോ, അല്ല പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് വന്നോ, അല്ല എൻ്റെ അപ്പൻ പാസ്റ്ററായിട്ട് വന്നല്ല. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച്, ഇന്ന് ഇടയ്ക്ക് വെച്ച് സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു. ഓരോ നന്മകൾ തന്ന സമയത്തും ആ ഒരു കഷ്ടതയിലൂടെ കടന്നു വന്നത്, ആ ഞെരുക്കത്തിലൂടെ കടന്നു വന്നത്. ദേശത്തിന് മധ്യ പ്രതികൂലം അത്രത്തോളം ഉണ്ടായിരുന്നു, അത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നമുക്ക് എത്ര വെല്ലുവിളി ഉണ്ടോ അത് ഉയർച്ചയ്ക്ക് അനുഗ്രഹമാണ്. എവിടെയെങ്കിലും എറി കൂടുതലാണെങ്കിൽ മനസ്സിലാക്കണം, അനുഗ്രഹവും കൂടുതലാണ്. എറി എവിടെയാണോ കൂടുന്നത് അവിടെ മനസ്സിലാക്കണം അനുഗ്രഹമുണ്ട്. എറിയില്ലാത്തടത്ത് അനുഗ്രഹവുമില്ല. ഹല്ലേലൂയ. ചവിട്ടും കുത്തുവെള്ളടുത്ത് എന്താണ്? വിടുതലുമുണ്ട്. ഹല്ലേലൂയ. ചവിട്ടും തൊഴിയുള്ളിടത്താണ് വിടുതലുമുണ്ട്. അപ്പോ ദൈവം ഉയർത്തണമെങ്കിൽ അതിന്റെ രീതിക്ക് മാത്രമേ ഉയർത്തൂ. അടിച്ച് ഉടച്ച് പണിത് ഹല്ലേലൂയ മെസ്സിക്കകത്ത് അടിച്ച് ജ്യൂസാക്കി മാറ്റി അതാ ദൈവം. ആമേ. ഹല്ലേലൂയ. അല്ല പെട്ടെന്നൊന്നും ഒരാളങ്ങ് ഉയർത്താൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ പെട്ടെന്നൊന്നും ഉയർന്നു വന്നതും അല്ല. എന്നെ പോലെ ഈ വചനം കേൾക്കുന്നവർക്കറിയാം, പെട്ടെന്നൊന്നും ദൈവം ഉയരത്തില്ല. ദൈവം ഒന്ന് നോക്കും, നീ എനിക്ക് കൊള്ളാമെന്ന് നോക്കും, നിൽക്കുമോ എന്ന് നോക്കും. ഹല്ലേലൂയ. ദൈവം നിൽക്കുമോ എന്ന് നോക്കും. ഇവന് നന്മ ഇട്ട് കൊടുക്കും, അതിൻ്റെ പറക്കേന്ന് പോകും നോക്കും. ഇല്ല, എത്ര നന്മ വന്നാലും ഹല്ലേലൂയ ആ നന്മയിലോട്ടല്ല കണ്ണ്, യേശുവിലോട്ട് കണ്ണായിരിക്കണം. ഹല്ലേലൂയ. യേശുവിലോട്ട് കണ്ണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവർക്കുള്ള വെള്ളം തരാൻ നിവൃത്തി കാണത്തില്ല. ഞാൻ പോകുന്ന പ്രേയറിന് പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അവിടെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ പോലെ എടുത്തരാൻ നിവൃത്തിയില്ലാത്തവരായിരിക്കാം, അത്രത്തോളം താഴ്ന്നു കിടക്കുന്ന അനുഭവത്തിൽ. പക്ഷെ അവിടെ ചെന്ന് നിന്നിട്ട് ശരിക്കൊരു സ്തോത്രക്കാഴ്ചയെങ്കിലും എല്ലാവരെയും മനസ്സിലെന്താണ്? സ്തോത്രക്കാഴ്ച കിട്ടും, നമുക്കിപ്പം ഫുഡടിക്കാം, സന്തോഷമായിട്ട് പോവാം, കാറിൽ പെട്രോൾ അടിക്കാം. ഇല്ല, ആ ചിന്തയ്ക്ക് അപ്പുറമായിട്ടാ ഹല്ലേലൂയ ദൈവം പറയും, നീ ഒരു സ്തോത്ര കാഴ്ച അങ്ങോട്ട് കൊട്. അതാ പറയുന്നത്, വാങ്ങുന്നേക്കാൾ കൊടുപ്പിൻ. ദൈവം നമ്മൾ അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് അതേ ഉയർത്തിയത്. ഹല്ലേലൂയ. ദൈവം അങ്ങോട്ട് കൊടു. എല്ലാ കാര്യത്തിലും, സാമ്പത്തിക മേഖലയിലായാലും ആത്മീയ കാര്യത്തിലായാലും ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാ നമ്മളെ ഉയർത്തുന്നത്. ചുമ്മാ ഉയർത്തത്തില്ല കുഞ്ഞെ, ചുമ്മാ വളർത്തത്തില്ല. ദൈവം നോക്കും, എൻ്റെ കുഞ്ഞ് പ്രയോജനപ്പെടുമോ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ. നമ്മൾ വളരണം. ഹല്ലേലൂയ. അതാ ദൈവം വളർത്തുന്നത്. ഹല്ലേലൂയ. ചുമ്മാ വളരത്തില്ലെന്നേ, പ്രവർത്തിക്കുന്നവർ മാത്രമേ വളരാൻ പറ്റൂ. പ്രവർത്തിക്കാതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും വളരാൻ പറ്റത്തില്ല. വേര് ഓടണമോ, വേര് ആഴത്തിലോട്ടൊന്ന് പോകണമെങ്കിൽ നമ്മളൊന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഒരു മരമായാലും ഒരു വൃക്ഷമായാലും വേര് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോണം. ഏത് വിശ്വാസമെന്ന വേര് ആഴത്തിലോട്ട് ഇറങ്ങി പോകുമെങ്കിൽ ആറ്റിനരികത്തിരിക്കുന്ന വൃക്ഷം പോലെ വാടാതെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ദൈവം ഉയർത്തും. ദൈവ സകല മനുഷ്യൻ നോക്കി എങ്ങനെ പണിയുമ്പോൾ ഒരു വ്യക്തിയെ സകലം നോക്കും, ഉച്ചന്തം ഉള്ള കാലുവരെയും ദൈവം നോക്കും, അവന്റെ സകല ക്വാളിറ്റി നോക്കും. അല്ല ഹല്ലേലൂയ എല്ലാം കൊള്ളാൻ പറ്റൊന്നും അല്ല. ഹല്ലേലൂയ. ദൈവത്തിന് നോക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഹല്ലേലൂയ ഒരു മനസ്സാണ് മനുഷ്യനെ നോക്കുന്നത്. അവന് പുറമേ നോക്കുന്നുണ്ടെങ്കിൽ ഒരു യോഗ്യത കാണത്തില്ല. ഇന്ന് ബൈബിൾ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു യോഗ്യതയില്ലാത്ത പലതിനെ വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പലതിനെ ഹല്ലേലൂയ കാര്യം അവന്റെ സമർപ്പണം, പൂർണ്ണമായി സമർപ്പണം. എന്നെ ഒന്ന് പണിയണമേ എന്നുള്ള ദൈവകരങ്ങളിൽ കൊടുത്തുള്ള ഒരു മാനസാന്തരവും ഒരു സമർപ്പണം തന്നെയാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. ഇത് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? കർത്താവ്, നമ്മൾ തന്നെത്താനെ നമ്മൾ ഉയർത്തിയ ഒരിക്കലും ഉയരത്തില്ല കുഞ്ഞെ. അല്ല, നമുക്ക് തന്നെത്താനെ ഉയർത്തണമെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. ദൈവം ഉയർത്തണം. നമ്മൾ ഉയരാൻ വേണ്ടി പ്രവർത്തിക്കുകയും വേണ്ട. ഹല്ലേലൂയ. എനിക്ക് ഉയരാൻ വേണ്ടി പ്രവർത്തിക്കുകയും വേണ്ട. അതൊക്കെ ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ദൈവം നമ്മളെ കരുതും, ദൈവം അതിന് മാനിക്കും. വചനം പറയുന്നുണ്ട്, നിന്നെ സഹായിച്ചു ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ
കൈവശമാക്കുവാനും. പറയുമ്പോൾ തന്നെ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അറിയാം, ചുറ്റും ചില ശൂന്യമായി കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവകാശത്തിലേക്ക് ആരും വരുന്നില്ല. ഇത് എങ്ങനെ കിട്ടും കർത്താവേ? ദൈവമാണ് നിങ്ങൾക്ക് എടുത്തരുന്ന, ദൈവമാണ്, ഞാനല്ല. സ്വർഗത്തിലെ വചനമാണ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ തരും അവകാശമായി, അത് കൈവശമാക്കി കൊടുക്കുവാനും. അടുത്ത് പറയുന്നു ബന്ധിക്കപ്പെട്ടവരോട് എന്നുവെച്ചാൽ അടയ്ക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവർ, അടയ്ക്കപ്പെട്ടവർ, ബന്ധിക്കപ്പെട്ടവർ. എവിടെ ബന്ധിക്കപ്പെട്ടു? ഇന്ന് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പുറമേ അല്ല, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. പുറമേ ആണെങ്കിലും ആരാധിക്കാൻ കഴിയാതെ, ഒന്ന് കാലുകൾ ചലിക്കാതെ, കൈകൾ ചലിക്കാതെ, ഹല്ലേലൂയ. മനുഷ്യ പുറമെയാണ് നോക്കുന്നത്, ദൈവം അകമയാണ് നോക്കുന്നത്. നമ്മളെ ഹൃദയങ്ങളൊക്കെ ദൈവത്തിനോട് സ്വതന്ത്രനായിരിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഉത്സാഹത്തോടെ ഇരുന്നാൽ എൻ്റെ ദൈവം ഉത്സാഹത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ എരിവോടായിരുന്ന ദൈവം എരിവോടായിരിക്കും. അതാ വചനം പറയുന്നത്. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട്. അവരുടെ എന്നിട്ട് ഈ ബന്ധിക്കപ്പെട്ടവർ ഇറങ്ങിപ്പോവാനും അടുത്ത് പറയുന്നത് അന്ധകാരം, ഇരുട്ടിലിരിക്കുന്നവർ അവരോട് വെളിയിൽ വരുവിൻ. ഇരുട്ടിലിരിക്കുന്നവരോട് വെളിയിലോട്ട് വാ. ഏതിരുട്ട്? ഹൃദയത്തിൻ്റെ വാതിൽ ഇരുട്ടത്തിരിക്കുമ്പോൾ നീ ഒന്ന് പുറത്തു വരണം. അകത്തിരുട്ട് പിടിച്ചിരിക്കുന്ന അനുഭവങ്ങളെ പണിയണമെങ്കിൽ, ഇന്ന് നിനക്കൊരു പണി നടക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്തൊരു പണി നടക്കണമെങ്കിൽ ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ പണി നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്ന് പറയുവാനും ഞാൻ നിങ്ങളെ കാത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ബന്ധിക്കപ്പെട്ടവരായി ഇന്ന്, ആമേൻ, ഹല്ലേലൂയ, ആത്മീയ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടവരായി എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, എന്നാൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നേ നമുക്ക് ഹല്ലേലൂയ ഇരിക്കാൻ പറ്റത്തില്ല. തിരുവചനം പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ബന്ധിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ബന്ധിക്കപ്പെടാൻ പാടില്ല. കുടുംബത്തിനകത്ത് ബന്ധിക്കാൻ പാടില്ല. എവിടെയാണോ ബന്ധനം ഇരുന്ന് കഴിഞ്ഞാൽ പറയും ഹല്ലേലൂയ. അവിടെ നമ്മൾ ആത്മീയമായ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവവചനം പറയുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ആ വചനം പറയുന്നത്. അവിടെ വേറെ ഒന്നും പറയുന്നില്ല, ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയൊരു അത്ഭുതം ഇതിനകത്ത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടു? നമ്മൾ തുടക്കം മുതൽ അങ്ങോട്ട് നോക്കി, എ മുതൽ ഇസഡ് വരെ നോക്കണം. എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടു. പക്ഷെ അഴിക്കാൻ പറയുന്നില്ല. ഇവിടെ അഴിക്കാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ഇറങ്ങിപ്പോയിക്കോളൂ, വെളിയിൽ പോകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിയിൽ വരുവിൻ. അതാ വെളിയിൽ ഇരുട്ടത്തിരിക്കുന്നവരെ പുറത്തു വരണം. പോകുമ്പോൾ അന്ധകാരത്തിൽ ഇരുട്ടിലിരിക്കുന്നവൻ പുറത്തു വരണം. ഇന്ന് നിങ്ങളുടെ വചനം പറയുമ്പോൾ ഇന്ന് ഈ അന്ധകാരത്തിരിക്കുന്നവർ പുറത്ത് വരുന്നുണ്ടോ? നിങ്ങൾ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനം കേട്ടു. ആമേൻ, ഹല്ലേലൂയ. അന്ധകാരത്തിരിക്കുന്നവരെ, ഇരുട്ടിലിരിക്കുന്നവരെ വെളിയിൽ കൊണ്ടുവരുവിൻ എന്ന് പറയുവാൻ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മേൽ, ആമേൻ, ഹല്ലേലൂയ, ഇരുട്ടിൽ നിന്ന് പുറത്തിലേക്ക് വരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറത്തു വരാ. അന്ധകാരത്തിൽ നിന്ന് പുറത്തോട്ട് വരുവാനാ പറയുന്നത്. നിങ്ങൾ പുറത്തു വരണം. ആമേ, കണ്ണുകൾ പ്രകാശിക്കണം, അന്ധകാരം മാറണം. നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല കുഞ്ഞ്, ഈ കാണുന്ന പുറമേയുള്ള കാഴ്ചയല്ല, അപ്പുറമായൊരു കാഴ്ചയുണ്ട്. അതാണ് സ്വർഗീയമായൊരു കാഴ്ച. ആ ഒരു ദർശനത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. പുറമേ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അകമേ കാണാൻ പറ്റുന്നില്ല. അകമേ ഇരുട്ടുപോയി, ഇരുട്ട് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് അകത്തിരുട്ടാണ്, പുറത്ത് വെളിച്ചമാണെങ്കിലും അകത്തിരുട്ട് പിടിച്ച് കിടക്കുമ്പോ ആ ഇരുട്ടിൽ നിന്ന് മാറി പ്രാർത്ഥിര്. കർത്താവേ, ആ ഇരുട്ടിൽ നിന്ന് മാറി, ആ ഇരുട്ടിന്റെ മറ നീക്കി എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഹല്ലേലൂയ. എന്ന് നമ്മൾ വെളിച്ചത്തിലോട്ട്, അന്ധകാരത്തിരുന്ന പോരാ. ഈ ഭൂമി പാഴ് ശൂന്യമായിരുന്നു. എന്തായിരുന്നു? ഇരുട്ടുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. ക്രിസ്തുവിന്റെ വരവോടെ വചനം വന്നപ്പോൾ അവിടെ വെളിച്ചം പകർന്നു. ആമേ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ
കർത്താവ് ആരാണ്? വെളിച്ചമാണ്. ക്രിസ്തു ആരാണ്? വെളിച്ചമാണ്. യേശു വെളിച്ചമാണ്. ഹല്ലേലൂയ. വെളിപ്പാടിൽ പറയുന്നുണ്ട്, അവിടെ നിന്ന് സൂര്യനും വേണ്ട, നക്ഷത്രം വേണ്ട, യേശു കർത്താവ് വെളിച്ചമായി ഉദിച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വെളിച്ചത്തെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പുറമേ കാണുന്ന ഇലക്ട്രോൺസിന്റെ വെളിച്ചത്തെ അല്ല ഞാൻ പറയുന്നത്. ഇന്ന് പുറമേയുള്ള കാഴ്ചകളും വെളിച്ചത്തെക്കുറിച്ചല്ല പറയുന്നത്. മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് ഇരുട്ടുകൾ നമ്മൾക്കൊരിക്കലും അനുഗ്രഹത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരുവാനാ പറയുന്നത്. അല്ല, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലോട്ട് പോകാനല്ല പറയുന്നത്. ആമേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരുവാൻ ഇന്ന് നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തോടൊന്ന് പറ, കർത്താവേ എനിക്കൊന്ന് വെളിച്ചത്തെ, അതാ സത്യവചനത്തിലേക്കൊന്ന് കയറുവാൻ, സത്യവചനത്തിലേക്കൊന്ന് കയറുവാൻ, ദൈവത്തെ അനുഭവിക്കത്തക്ക ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഇന്ന് ആഗ്രഹിക്കുമെങ്കിൽ, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. യെശയ്യാവ് 58:12 വാക്യം, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. ചില ബിൽഡിങ്ങുകൾ ഉയരും. ഒന്നുമല്ല, അടിസ്ഥാനങ്ങളല്ല, ഒന്നല്ല, കെട്ടിപ്പൊക്കും. 2 നിലയല്ല, ചിലപ്പോൾ 3 നിലയല്ല. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം തരുന്ന പോലെ കെട്ടിപ്പൊക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പിടിച്ചെടുത്തോ. ഈ വർഷം നിങ്ങളുടെ നിലവാരങ്ങൾ ഉയരുകയാണ്. നിങ്ങളുടെ നിലവാരങ്ങൾ ഉയരുകയാണ്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമേറിയ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ചിലർ പറയും, ഒരു നല്ലൊരു വീട്ടിൽ കിടന്നിട്ട് ചത്താ മതിയായിരുന്നു. സാധാരണ ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ്, ഓ ഒരു നല്ലൊരു വീട് വെച്ചു. ചിലർ പറയും, വാർത്ത വീട്ടിൽ കിടന്നിട്ട് ചത്താ മതിയായിരുന്നു. അങ്ങനെ പറയണ്ട, നല്ലപോലെ അനുഭവിച്ചിട്ടൊക്കെ ചത്താ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല മനോഹരമായ വീട്ടിൽ കിടന്നിട്ട് വീട് വെച്ചിട്ട് ചാവാൻ വേണ്ടിയാണോ? അനുഭവിക്കാൻ വേണ്ടിയല്ലേ? ചാവും, എല്ലാവരും മരിക്കും അല്ലേ? എല്ലാവരും മരിക്കും. പക്ഷേ ദൈവം ഒരു അനുഗ്രഹം തരുമ്പോൾ അതിനകത്ത് അനുഭവിക്കണമെന്നേ. അതിനകത്തുള്ള സന്തോഷവും അതിനകത്തുള്ള സമാധാനവും അതിനകത്ത്. ചിലവർക്ക് വീട് വയ്ക്കുമ്പോൾ സമാധാനം അതോടെ പോവുകയാണ്. ചിലർ വീട് വെച്ചിട്ട് സമാധാനം എങ്ങനെ പോകുന്നറിയുമോ? അവിടെ നിന്ന് വാങ്ങിച്ച്, ഇവിടെ നിന്ന് വാങ്ങിച്ച്, അപ്പുറത്തുനിന്ന് വാങ്ങിച്ച്, ഇപ്പുറത്തുനിന്ന് വാങ്ങിച്ച്, നാട്ടുകാരെ വാങ്ങിച്ച്, മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് ഇപ്പം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ശൂന്യമായ കാട്ടിൻ്റെ ഇടയിലാണ് കിടന്ന് ഉറങ്ങണത്. ദൈവം തരും, അതനുസരിച്ച് പണിയും. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ കടം വാങ്ങിച്ചോ മറ്റേ രീതിയിൽ വാങ്ങിക്കാനല്ല. ദൈവം തരുമ്പോൾ അതിനുള്ള വഴിയും തുറന്നു തരും. ഹല്ലേലൂയ. നിങ്ങൾ കടം വാങ്ങിക്കലെന്ന് പറയില്ല, പ്രാപ്തി ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ. നിങ്ങൾ എന്താണ് വാങ്ങിച്ചോ? ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ആത്മാർത്ഥത പറയുകയാണ്, മറ്റുള്ളവരെ വീട് നോക്കിയും അവരെ വീട്ടിലെ ഫർണിച്ചർ നോക്കിയും നമ്മൾ ഒന്നും കരുതരുത്. ദൈവം നമുക്ക് നമ്മുടേതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ വീട് പോലെ ഇരിക്കണം നമ്മളെ വീട്, അല്ലെങ്കിൽ അവരെ ബാത്റൂം പോലെ ആയിരിക്കണം നമ്മുടെ ബാത്റൂം എന്ന് ഒരിക്കലും പറയരുത്. ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവഹിതം അനുസരിച്ച് ഇതാ പറയുന്നത്, പണിയുമെന്ന് പറയുമ്പോൾ, നിന്റെ സന്തതി പണിയുമ്പോൾ, ആമേ ഹല്ലെ, തലമുറ കിടക്കുന്നത് അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. ചില അടിസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കും. ആദ്യത്തെ അടിസ്ഥാനം കെട്ടിപ്പൊക്കേണ്ടത് ആത്മീയ അടിസ്ഥാനം കെട്ടിപ്പൊക്കുമ്പോൾ നിനക്ക് ഭൗതികത്തിൽ കെട്ടിപ്പൊക്കും. നീ ആത്മീയത കെട്ടിപ്പൊക്കുമ്പോ ഭൗതികത്തിന് ദൈവം കെട്ടി ഉയർത്തും. ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് കൊടുക്കണം. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോഴാ ദൈവം ചെറുത് പണിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ കേൾക്കാനൊക്കെ നല്ല സുഖമാണ്, കേട്ടിരിക്കാനും നല്ല സുഖമാണ്. പുതിയ ഭവനം വരുന്നുണ്ട്, ഒരു നല്ല 2 നില 3 നില വീടൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇനി സമാധാനപ്പെട്ട് അത് എവിടെ വരുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല. നിന്റെ കുടുംബ അടിസ്ഥാനമിട്ടോളെ, ക്രിസ്തുവിനാൽ അടിസ്ഥാനമിട്ടോളണം. അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു തന്നെ പോണം കുഞ്ഞെ. നിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം.
എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തു തന്നെ നീ പോണം. നിന്നെ അടിസ്ഥാനത്തോടെ ഇരുന്നാൽ മാത്രമേ ദൈവം പണിയാൻ പറ്റൂ. ദൈവ പണി തുടങ്ങി കഴിഞ്ഞാൽ അത് വഴിയിലൊന്നും ഇടത്തില്ലെന്നേ, അത് ബ്ലോക്കായി പോകത്തില്ല. പൂർണ്ണമായി പൂർത്തീകരിക്കുവാൻ ദൈവ സഹായിക്കും. അതാ വചനം പറഞ്ഞത്, തുടങ്ങുവിൻ ഞാൻ പൂർത്തീകരിക്കാം. ദൈവം പണിയുന്നത് കൊണ്ടാണ് അത് പൂർത്തീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തലമുറയായി കിടക്കുന്ന നിന്റെ തലമുറ നോക്കി ഇനി ഒരിക്കലും പുച്ഛിക്കല്ല കേട്ടോ. നിന്റെ അടുത്തേക്കണ മക്കളായിരിക്കും പണിയാൻ പോകുന്നത്. ചേർത്ത് പിടിച്ചോളണം. മോനായാലും മോളായാലും ഒന്ന് ചേർത്ത് പിടിക്കണം. അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെയും ഇവനൊന്നും പറ്റത്തില്ല, കൊള്ളത്തില്ല, കല്ലില്ല. നിന്റെ പ്രാർത്ഥന നിന്റെ കൂടെ വന്നിരുന്ന് ആരാധിക്കാൻ പോകുക. നിന്റെ കൂടെ വന്നിരുന്നു കൊണ്ട് ആമേ നീ ഒരുമിച്ച് വരും. ഒരേ വാഹനത്തിൽ നീ വരും. അത് ഈ വർഷം സംഭവിക്കും. നിന്റെ കൂടെ ഒരേ വാഹനത്തിൽ ഒരുമിച്ച് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നേ, ദൈവം ചെയ്യും. ഹല്ലേലൂയ. അത് ചെയ്യും. കാരണം അത് അസാധ്യം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ചില രോഗങ്ങളാലും പ്രയാസങ്ങളാലും ഭാരപ്പെടുന്നു. ഇപ്പോൾ വലിയൊരു വിടുതൽ പുറത്തു പോയി നമ്മൾ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വ്യത്യസ്തമായ വേദനകൾ അനുഭവിക്കുന്നവർ. ഇപ്പോൾ ശരീരത്തിനും കേടുകളുണ്ട്. പക്ഷെ ദൈവം എത്ര മെഡിസിൻ കഴിച്ചാലും തീരാത്ത കേടുകൾ ഈ വർഷം തീർത്തു തരുന്ന ഒരു ദൈവമാണ്. ചില കേടുകൾ ശരീരത്തിൻ്റെ മേല് ഇന്ന് ചില കേടുകൾ വന്ന് പറയുന്നത് ഇന്ന് മരത്തിന് മാത്രമല്ല, ചില കേടുകൾ ശരീരത്തിൻ്റെ മേൽ ചില കേടുകളുണ്ട്. ചില വീഴ്ചകൾ വന്ന മുഖാന്തരം, ആമേൻ ഹല്ലേലൂയ, കാല് തട്ടി വീണ മുഖാന്തരം, എങ്ങനെ പല രീതിയിലുള്ള ചില കേടുപാടുകളുണ്ട്. ദൈവം കേട് മാറ്റും. കേടുപോകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വേദനയുള്ള ഭാഗത്ത്, നിങ്ങളുടെ ശരീരമുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് കൈവച്ചിട്ട് പറ, യേശുവേ എനിക്കൊന്ന് സൗഖ്യം തരണം അപ്പാ എന്ന് പറയുമ്പോൾ നിന്റെ കേടിനെടുത്ത് മാറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് പുറത്തു പോലെ പറയാൻ പറ്റാത്ത വേദനകളെ ഇന്ന് ദൈവം എടുത്തു മാറ്റും. ശരീരത്തിന്റെ മേൽ കേടുകൾ മാറ്റി തരുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേടുകൾ മാറ്റിത്തരും. കേടുകൾ മാറ്റിത്തരും. ആമേൻ ഹല്ലേലൂയ. കേട് തീർക്കുന്നവനും കെട്ടിപ്പോക്ക് മാത്രമല്ല, അടിസ്ഥാനത്തിൻ്റെ കേടുകൾ. ഹല്ലേലൂയ. ചിലതൊക്കെ ഇടിക്കേണ്ടതൊക്കെ ഇടിച്ച് കളയേണ്ടതിന് കളയും. ദൈവം ഇടിച്ച് കളയും. ഈ വർഷം കളയേണ്ടതിനെ കളയും. ഹല്ലേലൂയ. ചില കേടുകാറ്റ് നിൽക്കുന്നത് കേടൊക്കെ മാറ്റി അതിനെ പുതിയതായിട്ട് ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, പുതിയ രീതിയിലൊക്കെ ചെയ്ത് ആമെ പുതിയതാക്കി മാറ്റും. ഈ വർഷം എന്ത് ചെയ്യും, ദൈവം പുതിയതാക്കി മാറ്റും. അതാ വചനം പറഞ്ഞത്, ഞാൻ പുതിയതൊന്ന് മുളപ്പിക്കും. ഈ വർഷം പുതിയത് മുളപ്പിക്കും. വാഗ്ദത്ത വചനമാ, ഞാൻ നിന്നെ പുതിയത് മുളപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർക്കും. എന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ അവൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് പേരാകും. യഥാസ്ഥാനപ്പെടുത്തുവാൻ നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. എവിടെയാണ് യഥാസ്ഥാനപ്പെടേണ്ടത്? ദൈവത്തിൻ്റെ സ്ഥലം യഥാസ്ഥാനപ്പെടണം. നിങ്ങൾ വചനം പറയുമ്പോൾ ഒരിക്കലും നിങ്ങളെ ആരും വചനങ്ങളെ നിങ്ങൾ തെറ്റിക്കാൻ വരുത്തരുത്. നിങ്ങൾ അറിഞ്ഞ സത്യത്തെ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത്, നിങ്ങൾ വചനത്തെ അറിഞ്ഞു, ദൈവത്തെ അറിഞ്ഞു, സ്വീകരിച്ചു. യഥാസ്ഥാനം. ഈ വർഷം നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ തെറ്റിക്കാൻ നോക്കിയാലും തെറ്റിപ്പോകത്തില്ല. യഥാസ്ഥാനത്ത് തന്നെ നിൽക്കും. ഒരു വാക്കുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തെറ്റുന്നതാണോ നമ്മുടെ വിശ്വാസം? ഹല്ലേലൂയ. ചിലർ പറയും, ഇവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നും കണ്ടില്ലേ, അവരൊക്കെ ഇങ്ങനെ ആവുന്നു, അവിടെ ചാടുന്നു, ഇവിടെ ചാടുന്നു. അതിനൊക്കെ ഞങ്ങൾക്ക് കാരണമുണ്ടെന്നേ. ഞങ്ങൾ ചാടാനും ഉരുളാനും മറിയാനൊക്കെ ഒരുപാട് കാരണമുണ്ട്. കാര്യം എന്താണ്? ഇങ്ങനെ ചാടി മറിഞ്ഞത് കൊണ്ടാണ് യഥാസ്ഥാനപ്പെടുത്തിയത്. ഈ ദേശത്തൊക്കെ നല്ലപോലെ പിശാച് നോക്കി ഓട്ടിക്കുക. ആമേൻ ഹല്ലേലൂയ. നല്ലപോലെ ശ്രമിച്ചു. പക്ഷെ ദൈവം അങ്ങ് യഥാസ്ഥാനപ്പെടുത്തി. നമ്മൾ പെടുത്തിയതല്ല, ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. അല്ലേ? ഒരിക്കൽ ഒരാളൊന്ന് ഒരു പള്ളിയിൽ വന്നു, ഒരു ദിവസം വന്നു, എന്നിട്ട് പറഞ്ഞു ഇനി ഒരു ദിവസം ഇവിടെ വന്നു നോക്കാം. അങ്ങനെ വന്നു ഈ മഴ പെയ്തതുപോലെയാണ്. യേശുവിനെ അങ്ങ് സ്വീകരിച്ച്.
ഇപ്പോൾ എനിക്ക് വിട്ടുപിരിയാൻ പറ്റുന്നില്ലേ? യേശുവിനെ പിരിയാൻ പറ്റുന്നില്ലേ? ആ പിരിയാൻ പറ്റാത്ത ബന്ധത്തിൽ നിന്നപ്പോഴാണ് പറഞ്ഞത്, തിരുവചനം പറഞ്ഞു, ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മൾ യഥാസ്ഥാനപ്പെട്ടോളണം. നമ്മൾ ഓടി നടന്ന് ഈ റബ്ബർ കാ പറക്കും പോലെ പറക്കരുത്. ഈ റബ്ബർ കാ പറക്കാൻ കണ്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും അറിയാമല്ലോ. ഈ റബ്ബർ കാ പൊട്ടുമ്പോൾ അവിടെ പൊട്ടുമ്പോൾ അവിടെ ഓടും, ഇവിടെ പൊട്ടുമ്പോൾ ഇവിടെ എടുക്കുമ്പോൾ അവിടെ പൊട്ടും. എല്ലാം അറിയാമല്ല, ഞാൻ പോയിട്ടുണ്ട്. റബ്ബർ കാ നമ്മൾ ഒന്ന് പൊട്ടി, ഇത് എടുക്കുമ്പോൾ അടുത്ത് പൊട്ടും. ഇത് അവസാനം മാറി തിരിഞ്ഞ് എല്ലായിടവും പൊട്ടും. എവിടെയൊക്കെ ചെന്ന് പറക്കണമെന്ന് നമുക്കറിഞ്ഞൂടാ. അവസാനം നിന്നിങ്ങനെ വട്ടം കറങ്ങും. പിന്നെ അവസാനം കണ്ണടച്ചോടെ എല്ലാം പറക്കിഞ്ഞെടുക്കും. അങ്ങനെയല്ല, ഈ വർഷത്തിലെ മേൽ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. ഹല്ലേലൂയ, ഉറപ്പിച്ച്. ദൈവമക്കളെ, അടിസ്ഥാനം വേണം. നമുക്ക് അടിസ്ഥാനമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു നിലനിൽപ്പ് വേണം. ഹല്ലേലൂയ, ദൈവം പണിയണമെങ്കിൽ നമ്മൾ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കണം. നമ്മൾ യഥാസ്ഥാനത്ത് നിന്നും ശത്രു നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ സൂത്രം പറഞ്ഞാലും, നിങ്ങളുടെ ചെവി പിശാചേ എന്ന് പറഞ്ഞ് ആട്ടി ഓട്ടികളെ കൃപ പ്രാപിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാവൂ. ചാനൽ കേൾക്കുന്നവർ, ഹല്ലേലൂയ, നിന്നെ തെറ്റിക്കുവാൻ സൂത്രത്തിൽ കുറുക്കം വന്നാൽ, നിന്നെ കുറുക്ക രണ്ട് കറങ്ങുമ്പോൾ കോഴി എടുത്ത് പൊക്കടത്തിട്ടുണ്ട് പോവരുത്. ഹല്ലേലൂയ, ആമേൻ. കുറുക്കം വന്ന് രണ്ട് കറക്കം, നീയും കൂടെ കറങ്ങി പോവരുത്. നീ ഇങ്ങനെ ഇടത്തോട്ട് കറങ്ങണം, നീ വലത്തോട്ട് ഇറങ്ങി കൊള്ളണം. ഞാൻ അങ്ങനെയാണ്, ഇടത്തോട്ട് പറഞ്ഞ് വലത്തോട്ട് അങ്ങ് മാറിപ്പോവും. ഞാൻ കുറച്ച് ദിവസം അങ്ങനെയാണ്. വലത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകും. ഹല്ലേലൂയ, ആമേ. യഥാസ്ഥാനപ്പെട്ടോളം. ഹല്ലേലൂയ. ചിലതിനൊക്കെ നമുക്ക് ഹല്ലേലൂയ ഇത് മനസ്സിലാവുന്നുണ്ടോ? അടിസ്ഥാനത്തിന് മേൽ ഉറപ്പിക്കണം. അടിസ്ഥാനമില്ലാതെ പോകരുത്. അടിസ്ഥാനത്തിന്റെ മേൽ പണിയുന്നത്. ദൈവം പണിയണമെങ്കിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അടിസ്ഥാനമില്ലാതെ അവിടെയും അടിസ്ഥാനമില്ല, ഇവിടെയും അടിസ്ഥാനമില്ല, എവിടെയും അടിസ്ഥാനമില്ലാതെ ഈ വർഷം ആകരുത്. ദൈവം നട്ടിരിക്കുന്ന നല്ല നിലത്താണ്. നല്ല നിലത്ത് മാത്രമേ 100 മേനി നമുക്ക് വിളയാൻ പറ്റൂ. ഹല്ലേലൂയ. ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമേ കെട്ടിടം പണിയാറുള്ളൂ. ഇത് വയലുള്ള ഭാഗത്താണെങ്കിൽ എന്ത് ചെയ്യും? പൈസ ഉറപ്പില്ലാത്തടത്ത് എന്ത് ചെയ്യും? ഉറപ്പ് കിട്ടുന്നവരെയും നല്ല ഫയലിംഗ് ചെയ്യും. അടിസ്ഥാനം നല്ലപോലെ ഉറപ്പുണ്ടായിരിക്കണം. ഇത് പറയുമ്പോൾ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ പറയണോ, ഹല്ലേലൂയ, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല, എൻ്റെ യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. അടിസ്ഥാന ക്രിസ്തുവിന്റെ മേൽ ഉറപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മ പറയുന്നുണ്ട്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഏതു കാര്യവും മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയുന്നേ. എൻ്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സകലത്തിൻ്റെ മേൽ ഉടയവനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഉറപ്പിക്കും. ദൈവത്തിന് കഴിയും. നമ്മുടെ വിശ്വാസത്തെ അങ്ങ് ഉറപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. നമ്മൾ പണിയാൻ പോകുന്ന മുമ്പേ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ സ്ഥലം കൊള്ളാം, ഈ സ്ഥലം കൊള്ളാം. പക്ഷെ അവിടെ നമുക്ക് എന്താ ചെയ്യും? നമുക്ക് ഉറപ്പിക്കാം. ദൈവമാണ് ഉറപ്പിക്കുന്നത്. അത് ഇടറിപ്പോകാതെ വണ്ണം, ഇടറിപ്പോകരുത്. യഥാസ്ഥാനപ്പെടും. ദൈവം നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക. ഹല്ലേലൂയ. ദൈവമാണ് നമുക്ക് യഥാസ്ഥാനപ്പെടുത്തുന്നത്, മനുഷ്യനല്ല. അതിൽ ദൈവം യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ നമ്മൾ യഥാർത്ഥമായി ദൈവകരങ്ങൾ കൊടുത്തിരിക്കണം. മാനുഷ്യമായ ചിന്തകൾക്കോ മാനുഷ്യമായ രീതിയിലോ നമ്മളെ ചെവി കൊണ്ട് കൊടുക്കരുത്. ദൈവഹിതമില്ലാത്തടത്ത് ചെവി കൊണ്ട് വെച്ച് കൊടുക്കരുത്. ചെവി കൊണ്ട് വെച്ച് കെടുത്ത ചെവി മാത്രമല്ല, മൊത്തത്തിലും കടിച്ച് കീറിക്കൊണ്ടു പോകും. മനസ്സിലാവുന്നുണ്ടോ? ആവശ്യമില്ലാത്തടത്ത് ചെവി കൊണ്ട് വെച്ചാൽ വേണമെങ്കിൽ അടിക്കൽ വരെ ഊരിക്കൊണ്ടുപോകും, അടിസ്ഥാനം വരെ ഊരിക്കൊണ്ടുപോകും. ദൈവഹിതമില്ലാത്ത വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശാസിച്ച് തന്നെ പോകണം. നിങ്ങൾ ആത്മീയ ജീവിതത്തിലെ വഴിതെറ്റിക്കുന്ന റൂട്ടുകൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവ സന്നിധിയിൽ നിന്ന് ശത്രു നിങ്ങളെ ഇടർത്തുന്നുണ്ടെങ്കിൽ, പിശാച് നിങ്ങൾ അടർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലപോലെ വചനം സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ധൈര്യമായിട്ട് ചോദിക്കും. എനിക്കറിയാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറിയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊട്ടത്തരങ്ങൾക്കും ഹല്ലേലൂയ മറ്റുള്ള വാക്കുകൾക്കും
അടിസ്ഥാനമില്ലാത്ത നുണകളെ നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണം? വലത്തെ കാലോട് തട്ടി ഇടത്തോട്ട് വലിച്ചെറിയണം. ഇങ്ങനെയുള്ള സംഭവമായിട്ട് ഇറങ്ങുന്നുണ്ട്. ചില സൂത്രങ്ങൾ തെറ്റിക്കുക, അങ്ങോട്ട് പോവരുതേ. യഥാസ്ഥാനപ്പെട്ടോളാം. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യും. യഥാസ്ഥാനപ്പെടുത്തും. യഥാസ്ഥാനപ്പെടുത്തും മുമ്പേ ചില ഇടർച്ചകൾ നമ്മുടെ മേൽ വരുന്നുണ്ട്. ഇടർച്ചകൾ, നമ്മൾ അസ്വസ്ഥകൾ. ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നാളെ ശത്രു വേറെ എന്തെങ്കിലും എനിക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അതിനെ നിങ്ങൾ കയറിക്കൊള്ളണം. ഹല്ലേലൂയ. എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമക്കളായാലും ചാനലുള്ള ദൈവമക്കളായാലും ഹല്ലേലൂയ, എന്നെ നല്ലപോലെ അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നും എന്താണെന്നും എൻ്റെ ചരിത്രം എന്താണെന്നും പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞു, എന്നെ അളക്കുന്ന തൂക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ കണ്ണിന്ന് മറയ്ക്കാൻ പറ്റത്തില്ല. സകലത്തിന്റെ നീതിമാനായിരിക്കുന്ന ദൈവമായതുകൊണ്ട് അസമാധാനങ്ങളെ പറയുന്ന അനീതിക്കെതിരെയായിട്ട് ദൈവം പ്രവർത്തിക്കും. ഇങ്ങനെ അസമാധാനമായി വരുന്നവരോട് ഒരിക്കലും യഥാസ്ഥാനപ്പെടാൻ നിൽക്കുന്ന വ്യക്തികൾ ഒരിക്കലും ചെന്ന് അടുത്തിരിക്കുവാനോ സംസാരിക്കാനോ നിൽക്കാൻ പാടില്ല. ഇവർ അടുത്ത് വരുമ്പോൾ പറയണം, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, യേശുവിന്റെ നാമത്തിൽ പോ. യേശുവിന്റെ നാമം എടുത്താൽ മതി. ഭയപ്പെടും, മുറിയേണ്ടത് മുറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിസ്ഥാനം ഏതാണ്? ക്രിസ്തുവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ പൊന്തി വരാറുണ്ട്. അതിനെ തകർക്കണമെങ്കിൽ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കും. അതാ നിന്റെ തലമുറകളെ ഹല്ലേലൂയ വലിയ അനുഗ്രഹത്തിലോട്ട് വരുമ്പോ, വലിയ നന്മയിലോട്ട് വരുമ്പോ ഹല്ലേലൂയ മാറ്റി നിർത്തിയവരിലൂടെ അത്ഭുതം ചെയ്യാൻ പോകുന്നത്. നീ മാറ്റി നിർത്തിയവരെ, അകറ്റി നിർത്തിയവരാണ്. ഹല്ലേലൂയ. ഇന്ന് അകറ്റി നിർത്തിയവരാണ്. ദൈവം പറഞ്ഞു, യഥാസ്ഥാനപ്പെട്ടോളം. നിങ്ങൾ യഥാസ്ഥാനപ്പെട്ട വചനം കേൾക്കുമ്പോൾ യഥാസ്ഥാനപ്പെട്ടോളം. ഹല്ലേലൂയ. ഈ വർഷം യഥാസ്ഥാനപ്പെട്ടോളം ദൈവം ഉയർത്തുകയാണ്. പണി ചെയ്യത്തക്കവണ്ണം പണി അറിയാവുന്നമേ. ദൈവ പണി അറിയാവുന്ന ഒരേ ഒരാളുള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ആമേ. വെളിപ്പാട് 5:10. ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരെ ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. വെളിപ്പാട് 5:10 വാക്യത്തിൽ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. ആര് വെക്കി വെച്ചു? ദൈവം. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയൊരു പാട്ട് അവർക്ക് പാടുന്നു. ഹല്ലേലൂയ. ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് സഭയിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് പുതിയൊരു പാട്ട് പാടുവിൻ, ദൈവത്തിന് സ്തുതിക്കുവിൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവിൻ. 1 പത്രോസ് 2:5 വാക്യം. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവം എന്താ ചെയ്യുന്നത്? നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹത്തിന് വേണ്ടി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ളത് ആത്മീയ യാഗം കഴിപ്പിക്കത്തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവപ്പണി. നിങ്ങൾ ജീവനുള്ള കല്ലുകളാണ്. എങ്ങനത്തെ കല്ലുകളാ? ജീവനുള്ള കല്ലുകളാണ്. എന്ന പോലെ ആത്മീയ ഗ്രഹത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ളത്. ആമേ. ഹല്ലേലൂയ. ആത്മീയ യാഗം നമ്മളെ തന്നെ സമർപ്പണം. ആത്മീയ യാഗം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ കൊടുക്കുക, സമർപ്പിക്കുക, ആത്മീയമായി സമർപ്പിക്കുക. പകുതി അവിടെയും പകുതി ഇവിടെ ആത്മീയമായി പൂർണ്ണമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. ആത്മീയമായി സമർപ്പിക്കുന്നവര് ആത്മീയമായ ചിന്തകൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഹല്ലേലൂയ. ആത്മീയമായ ചിന്തകൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഹല്ലേലൂയ. അവർ എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അവൻ ആത്മീയന് മാത്രമേ, ഉയരത്തിൽ മാത്രമേ ചിന്തിക്കൂ. ഭൂമിയിലുള്ള ചിന്തിക്കുന്നത് ഉയരത്തിൽ മാത്രമേ ചിന്തിക്കൂ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഗ്രഹത്തിന് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ളത് ആത്മീയ യാഗം കഴിപ്പിക്കത്തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിതമായി പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിതനാകേണ്ടതിന് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മളെ കുറവുകളും ബലഹീന പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപവസിച്ച് ശുദ്ധീകരിച്ച് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധമാകണമെങ്കിൽ, നീ അശുദ്ധനായിരിക്കണമെങ്കിൽ വിശുദ്ധനാകണമെങ്കിൽ നിന്റെ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്ത് നമ്മളെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കരങ്ങൾ പണിയപ്പെടുന്ന കല്ലായി, ജീവനുള്ള കല്ലായി മാറണം. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വിശുദ്ധനാണ്. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധനാകണമെങ്കിൽ പുരോഹിത പണിയണം. ഇന്ന് നമ്മൾ പണിതുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ പണിയുക. നമ്മുടെ കുറവുകൾ, ബലഹീനകൾ, പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന് വിശുദ്ധ ദിവസമാണ്. ഇന്നൊരു വിശുദ്ധ ദിവസത്തിൽ നമ്മളെ കുറവുകളെയും ബലഹീന ഏറ്റുപറയുമെങ്കിൽ നിങ്ങൾക്ക് മേൽ പണി നടക്കും. ഒരു വിടുതൽ സംഭവിക്കും. എവിടെയെങ്കിലും വിടുതലില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴ്ചകളും വീഴ്ചകളും ഏറ്റുപറ, പരാജയങ്ങൾ ഏറ്റുപറ. എന്തെങ്കിലും നാവിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ അത് കുറവായിട്ട് കാണുന്നുണ്ട്. ദൈവ സകലത്തെ തൂക്കി നോക്കി അളക്കുന്ന ദൈവമാണ്. ആമേ, ഹല്ലേലൂയ. ദൈവം തൂക്കി നോക്കി അളക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യന്റെ കണ്ണ് ആർക്ക് വേണമെങ്കിൽ പൊത്താം, പക്ഷെ ദൈവത്തിന്റെ കണ്ണ് മറയ്ക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. ഹല്ലേലൂയ. ഇരുട്ടത്തിരുന്ന് പറയുന്നത് പകല് പോലെയാണ് ദൈവത്തിന്. ഇരുട്ടത്തിരുന്ന് പറയുന്നത് ആരും കണ്ടില്ലെങ്കിൽ ഇരുട്ടത്തിന് പറയുന്നത് ദൈവത്തിന് പകല് പോലെയാണ്. ഹല്ലേലൂയ. പണി നടക്കണമോ, പണിയണമോ? ഹല്ലേലൂയ. നമ്മുടെ ബലഹീനത എടുത്ത് മാറ്റണം. നമ്മളെ കുറവുകളെ മാറ്റണം. നമ്മൾ മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് മാറ്റണം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. ഇന്ന് ഒരു കുഞ്ഞിതുപോലെ ഒരു യൂട്യൂബ് ചാനലൊരു കാര്യമെന്ന് പറഞ്ഞു. ഒരു കാര്യം ഇന്നലെ വന്നപ്പോൾ ഞാൻ ഇന്നലെ കണ്ടൊരു കാര്യമാണ്, പറയാം. പെട്ടെന്ന് വരുമ്പോൾ ചില ആത്മീയ കാര്യങ്ങളൊക്കെ ക്ലിക്കാവും. പറഞ്ഞുതരാം. അപ്പ ഒരു മോളാണ് പള്ളി കുഞ്ഞ് പറഞ്ഞു. അപ്പനെ പറഞ്ഞു, അപ്പ ഞാനിനി പള്ളിയിൽ പോകത്തില്ല. അതെന്താ മോളെ പള്ളിയിൽ പോകാത്തത്? ഞാൻ ഇനി പള്ളിയിൽ പോകണില്ല. കാര്യം, ഒരു കൂട്ടരിരുന്ന് കളിച്ചിരിക്കും, ഒരു കൂട്ടർ ഉറങ്ങിക്കൊണ്ടിരിക്കും, ഒരു കൂട്ടർ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ട് പള്ളിയിൽ പോകണില്ല. എനിക്ക് ഞാൻ പോകണില്ല. ശരി, മോള് പറഞ്ഞ കാര്യം അംഗീകരിച്ചു. പള്ളിയിലവിടെ ഒരു കൂട്ടർ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ആത്മീയമായ ആരാധന കാണുന്നില്ല. പലരും പല രീതിയിലാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതൊക്കെ. അപ്പോൾ കുഞ്ഞിനോട് അപ്പൻ പറഞ്ഞു, നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം, നിറച്ചെടുത്തിട്ട് ആ പള്ളിയിൽ 3 റൗണ്ട് നടന്നിട്ട് വരണം. ഒരു ഗ്ലാസ് വെള്ളം പോലും, ഒരു തുള്ളി വെള്ളം പോലും കളയരുത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് എൻ്റെ മോള് പള്ളിയിലെ 3 റൗണ്ട് കറങ്ങി വരണം. ഒരു തുള്ളി വെള്ളം പോലും കളയരുതെന്ന് പറഞ്ഞു. ശരി അപ്പ, മോള് പറഞ്ഞു. അപ്പം പറഞ്ഞ വാക്ക് കേട്ട് മോള് ഒരു ഗ്ലാസ് വെള്ളം എടുത്തും കൊണ്ട് നിറച്ചും കൊണ്ട് പോയി. 3 റൗണ്ടും കൃത്യമായിട്ട് കറങ്ങി അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പ ഒരു തുള്ളി വെള്ളം പോലും കളഞ്ഞില്ല, വെള്ളം അതുപോലെയാണ്. അപ്പോൾ പറഞ്ഞു, നീ വെള്ളം കളയാത്ത കാര്യം നിന്റെ ശ്രദ്ധ മൊത്തവും ക്ലാസ്സിലായിരുന്നു, ക്ലാസ്സിനകത്തായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലെ കളയല്ലേ, അത് അപ്പം പറഞ്ഞത്. പക്ഷെ മോൾ അതുപോലെ ശ്രദ്ധയോടെ നടന്നുകൊണ്ട് അപ്പോഴാ പറഞ്ഞത്, ഈ ശ്രദ്ധ ദൈവത്തിന് നീ കൊടുത്തിരുന്നെങ്കിൽ, നീ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. നീ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ക്ലാസ്സിൽ വെള്ളത്തിനോട് ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെടാത്തത്. ആ പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് മറ്റൊന്നും നോക്കാതെ ദൈവമേ എന്നും പറഞ്ഞ് ആത്മീയമായി ഇരുന്ന് കഴിഞ്ഞാൽ ചിലത് നമുക്ക് പ്രാപിക്കാൻ പറ്റും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മനസ്സിലാവുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. നമ്മൾ ദൈവത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ആ വേദനയോട് അപ്പോൾ പറയുക, ആ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് അപ്പം കൊടുത്ത ഉപദേശം
എന്തായിരുന്നു? നമ്മൾ മറ്റൊന്നും നോക്കാതെ, അടുത്തിരിക്കുന്നവരെ ചുറ്റുമൊന്നും നോക്കാതെ ദൈവത്തിലേക്ക് ആത്മീയമായി നിൽക്കുമെങ്കിൽ നമുക്ക് അനുഗ്രഹത്തിലേക്ക് കയറാം, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അതാ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഹല്ലേലൂയ പണിയും പ്രസാദമായി ആത്മീയ യാഗം കഴിപ്പിക്കത്തണം, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പുറപ്പാട് 19:6. പുറപ്പാട് 19:6. പുറപ്പാട്, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുന്നു. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് വചനങ്ങളാകുന്നു. മോശയോട് ദൈവം പർവ്വതത്തിൽ പറയാ, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ പുരോഹിത രാജ്യത്വമായി വിശുദ്ധ ജനമാകുന്നു. മോശയോട് അതിനു മുമ്പേ പറയുന്നു, ഈ ജനത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. ദൈവം ഇറങ്ങി വരുന്നുമ്പേ, പർവ്വതത്തിൽ ഇറങ്ങി വരുന്നുമ്പേ ഈ ജനത്തെ ശുദ്ധീകരിക്കണം. അതാ ശുദ്ധീകരിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ പുരോഹിത രാജ്യത്വമാണ്, വിശുദ്ധ ജനമാകുന്നു. ഇവ ഇസ്രായേൽ മക്കൾ പറയേണ്ടതാകുന്നു, വചനമാകുന്നു. നിങ്ങൾ നമ്മൾ എന്ന് പറയണം, ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. ഇന്ന് പറയത്തക്കവണ്ണം, ദൈവത്തിന്റെ പറയത്തക്കവണ്ണം ഒരാത്മഭാരം നിങ്ങളുടെ മേൽ പകരട്ടെ. ദൈവത്തിനുള്ള നിങ്ങളൊരു വിശുദ്ധമാണ്, പുരോഹിത രാജ്യത്വമായി വിശുദ്ധ ജനമാകേണ്ടത്. ആമേ, ദൈവം ആമേ നമ്മളെ ആക്കി വയ്ക്കുന്നു. ഹല്ലേലൂയ. ആ മോശ മുഖാന്തരം 3 ദിവസം അവരെ ശുദ്ധീകരിപ്പിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ബലഹീനെടുത്ത് മാറ്റി, പരാജയങ്ങളെ മാറ്റി. ആമേ, ഹല്ലേലൂയ. അവിടുത്തെ യേശു രക്തത്താൽ കഴുകുമ്പോൾ നമ്മളെ ഏറ്റുപറഞ്ഞ്, കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മൾ എന്താകുന്നു? വിശുദ്ധരാകും. ഹല്ലേലൂയ. ഇന്ന് നമുക്കൊരു വിശുദ്ധമാകണമോ? ദൈവത്തെ നമ്മൾ ബലഹീനെടുത്ത് പറഞ്ഞ്, പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവം ഇറങ്ങി വരുന്നുമ്പേ പറഞ്ഞു, ഈ ജനത്തെ ശുദ്ധീകരിക്കുമ്പോഴാണ് എന്താണ്? പുരോഹിതം രാജ്യത്വമായി വിശുദ്ധ ജനമാകുന്നത്. ഇന്ന് ദൈവം നമ്മളെ പുരോഹിതം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ ഒരു ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ്. വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് നിങ്ങളെന്താണ്? പണിയുകയാണ്. നിങ്ങളെ പണിയുമ്പോൾ, ദൈവം നമ്മെ പണിതെടുക്കുമ്പോൾ ദൈവം അപ്പുറമായി നമ്മളെ കൊണ്ട് ഉപയോഗിക്കും. ദൈവത്തിന് നമ്മൾ പ്രയോജനപ്പെടുമ്പോൾ ദൈവം നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുവാനിട വരും. ഇന്ന് നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിക്കണമോ? നിങ്ങളെ ദൈവം ആദ്യം ദൈവം ഒരുക്കി എടുത്തിട്ട് മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. അതിനുവേണ്ടി പറ, ദൈവമേ എന്നെ ഉപയോഗിക്കാൻ വേണ്ടി, ഒന്ന് ഒരുക്കാൻ വേണ്ടി, ഒന്ന് താഴ്ത്തിക്കൊടുത്ത് ദൈവത്തിന്റെ കയ്യിൽ വിളങ്ങുന്ന ഒരായുധമായി മാറണമെങ്കിൽ ദൈവകരങ്ങളെ താഴ്ത്തി സമർപ്പിച്ചു കൊടുത്ത് ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സമർപ്പണത്തിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ ദൈവം നമ്മുടെ മേൽ പണിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനല്ല, ഇന്ന് മനുഷ്യമായി അല്ല, ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക, ദൈവം പണിയും. ഹല്ലേലൂയ. അവിടുത്തെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഴുകി നമ്മൾ ശുദ്ധീകരണത്തിലൂടെയാ, ഇന്ന് വാവിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ കഴുകലൂടെയാ ഒരു വിടുതൽ പ്രാപിക്കേണ്ടത്. ഇന്ന് വിടുതലെടുക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റു പറയുമെങ്കിൽ, നിങ്ങളുടെ കുറവുകളും ബലഹീനങ്ങളെയും നിങ്ങളുടെ പരാജയങ്ങളെയും ഒന്ന് വാതുറന്ന് പറയുമെങ്കിൽ ഒരു വിടുതലെടുക്കുവാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിന് മേൽ എന്താണ്? രോഗികളാണോ? നിങ്ങളുടെ ശരീരത്തിന് മേൽ വേദനകളാണോ? പ്രയാസങ്ങളാണോ? എവിടെയെങ്കിലും പണിയാതെ കിടക്കുന്നുണ്ടോ? ദൈവത്തിന് പണിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഒന്നെ പണിയുക. ആമേ, ദൈവ കരങ്ങളിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ കൊടുക്കുമെങ്കിൽ ദൈവം പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ താഴ്ത്തി കൊടുക്കണം. കളിമണ്ണായിട്ട് നമ്മൾ എന്താണ്? തീരണം. ദൈവ മക്കളെ, ഒരു കളിമണ്ണായിട്ട് നിങ്ങളും ഞാനും തീർന്നാൽ മാത്രമേ നമുക്ക് ദൈവം പണിയത്തുള്ളൂ. ഹല്ലേലൂയ. കളിമണ്ണാവാത്ത പക്ഷം ഒരിക്കലും പണിയത്തില്ല. കല്ലായിരുന്ന പറ്റുമോ? ഒരു പാത്രമാവണമെങ്കിൽ കല്ലായിരുന്ന പറ്റുമോ? ഇല്ല. ഒരു നല്ല പശയാക്കണമെങ്കിൽ അതിനെ ചവിട്ടി കൂട്ടി, ചവിട്ടി നല്ല പശ വരുത്തിയല്ലേ നല്ല പാത്രമാകണമെങ്കിൽ ദൈവം അതിന് നല്ലപോലെ അതിനെന്താണ്? നല്ല പരുവത്തിലാക്കണം. അതിന് നല്ലപോലെ വേദനകൾ ഉൾക്കൊള്ളും. അതിനത് ചവിട്ടും വേദനകളും ബുദ്ധിമുട്ട്. അത് നല്ലപോലെ പശ വരണമെങ്കിൽ, ഒരു പശപ്പുള്ള മണ്ണാവണമെങ്കിൽ അതിനകത്ത് ആ മണ്ണ് എന്തൊക്കെ വേദന സഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് നമ്മൾ സഹിക്കേണ്ടി വരും. ഇന്ന് ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടത നമ്മുടെ യേശു ക്രിസ്തു സഹിച്ചിട്ടുണ്ട്. നിനക്കും എനിക്ക് സഹിച്ചത് കൊണ്ട് ഇന്ന് നമ്മൾ ഇത്രത്തോളം എത്തിയെന്ന് മറന്നു പോകരുത്. നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി ക്രൂശിക്കപ്പെട്ട് 3 ആണിയിൽ തൂക്കപ്പെട്ട യേശുവിനെ ഒന്ന് കാണുക. ഹല്ലേലൂയ.
ഈ പത്രോസിനോടാ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് താക്കോലെടുത്ത് കൊടുത്തത്. ഹല്ലേലൂയ. ഒരിടറിപ്പോയതിനെ ഹല്ലേലൂയ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആര്? പത്രോസ് ഇടറിപ്പോയി. ഇടയനെ പിടിച്ചപ്പോൾ ആടുകൾ ഇടറി ഓടി. പക്ഷേ അവിടെ ഒരു മാനസാന്തരപ്പെട്ടു, തെറ്റുകളെ ഏറ്റു പറഞ്ഞു. അടിസ്ഥാനമിടുവാൻ പത്രോസിന് അടിസ്ഥാനം ഇടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ ബൈബിൾ നോക്കുന്നുണ്ടെങ്കിൽ ഇടർച്ച വന്ന പക്ഷേ ഒരു ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരു ദാഹമുണ്ടായിരുന്നു. പത്രോസിന് ഒരു ആത്മഭാരമുണ്ടായിരുന്നു, സമർപ്പിക്കുവാൻ. എവിടെയും ദൈവത്തിന് മുന്നിൽ തെറ്റുപറ്റിപ്പോയി, അപ്പാ ഒരു തെറ്റുപറ്റിപ്പോയി, തിരുത്തുവാ. ഇന്ന് തെറ്റുകളെ വന്നിട്ട് തിരുത്തി, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ തെറ്റിൽ നിന്ന് തെറ്റിലോട്ട് പോകരുത്. വീഴ്ച വരാം, തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം. ഹല്ലേലൂയ. ഈ വർഷം നമ്മളെ പണിയണം. ഈ വർഷം ദൈവം എന്താണ് പണിയണം, നമ്മളെ പണിയണം. പണി നടക്കാതെ പോകരുത്. ശൂന്യമായി കിടക്കുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. ഹല്ലേലൂയ. ദൈവ ശൂന്യദേശങ്ങളിൽ നിങ്ങളുടെ ജീവിതം ശൂന്യമാണെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കുവാണ് വരും. ദൈവ ശൂന്യതകളാണ് പണിയുന്നത്. ദൈവത്തിന് എവിടെയും ശൂന്യമായി കിടക്കുന്നിടത്താ എൻ്റെ കർത്താവ് വരുന്നത്. എവിടെ ശൂന്യമാണ്, നിങ്ങൾ എവിടെയാണ് ശൂന്യമായി കിടക്കുന്നത്, അവിടെ ദൈവം പ്രവർത്തിക്കാണ്. എല്ലാം ഉള്ളടുത്ത് എൻ്റെ ദൈവം വരത്തില്ല. ഒന്നുമില്ലാത്തടുത്ത, ശൂന്യമായി കിടക്കുന്നിടത്ത, ഒരു വട്ട പൂജ്യമായിരിക്കുന്നിടത്ത എൻ്റെ ദൈവം ഇറങ്ങി വരുന്നത്. ദൈവം വരും കുഞ്ഞേ. ഇന്ന് ആത്മാർത്ഥമായി ഒരു നെഞ്ചു പൊട്ടി ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിലേക്ക് ദൈവമേ എന്ന് പറഞ്ഞിരിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ആരാധിക്കുന്നത് സ്വർഗത്തിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരൊക്കെ ആരാധിക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ആയിരിക്കുന്നു, ഹല്ലേലൂയ, എവിടെയൊക്കെ ആയിരിക്കുന്നു, ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണില നീയും ഞാനും. സഭ ദൈവത്തിൻ്റെതാണ്. ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ മക്കളിൽ നിന്ന് എത്രത്തോളം ശുദ്ധീകരിക്കുന്നുണ്ട്, ഇന്ന് എത്രത്തോളം ഏറ്റുപറയുന്നുണ്ട്, എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്. ആരാധന കാണുവാനല്ല, അനുഭവിക്കുവാനാ. നമ്മൾ ആരാധന കാണാൻ വേണ്ടി പോകരുത്. അത് നാടകശാലയിൽ അല്ലെങ്കിൽ നാടകം കാണുന്ന വേറെ പറമ്പില. ആരാധന അനുഭവിക്കണം, ആരാധിച്ചനുഭവിക്കുമ്പോഴാ ദൈവം നമ്മുടെ മേൽ പണിയുന്നത്. പണിയാതെ പോകരുത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ തലമുറ പണിയണം. എന്നെ പണിത് കഴിഞ്ഞാൽ എൻ്റെ തലമുറയൊന്ന് പണിയും. നമ്മൾ ബന്ധിക്കപ്പെട്ട നമ്മുടെ തലമുറകൾ ബന്ധിക്കപ്പെടും, നമ്മുടെ കുടുംബം ബന്ധിക്കപ്പെടും. എവിടെയും ബന്ധിക്കപ്പെട്ട് പോയിരിക്കുവാനാ പുറത്തു വരാൻ പറയുന്നത്. അന്ധകാരത്തിരിക്കുന്നവര്, ഇരുട്ടിലിരിക്കുന്നവര് പുറത്തു വരുവാൻ അടുത്ത തിരുവചനം പറഞ്ഞു, ബന്ധിക്കപ്പെട്ടവൻ പുറത്തു പോ. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവൻ പുറത്തു പോ. ഹല്ലേലൂയ. വചനത്തിൽ നിന്നുകൊണ്ട്, ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട്, ആത്മാവിന് കീഴിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് പൂർണ്ണമായി സമർപ്പിച്ച് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവ കരങ്ങളിൽ കൊടുത്ത നമ്മളെ തന്നെ താഴ്ത്തി ഞാൻ ഒന്നുമല്ല കർത്താവേ എന്ന് പറഞ്ഞ് ശൂന്യമാണെന്ന് പറഞ്ഞാൽ ദൈവം നിറയ്ക്കുവാനിട വരും. ഹല്ലേലൂയ. ഇന്ന് ദൈവം പണിയണമോ? ദൈവം നിങ്ങളുടെ അത്ഭുതം ചെയ്യണമോ? നമ്മളെ പിടിവാശികൾ കള, മസിൽ പിടുത്തങ്ങൾ കറ. ഹല്ലേലൂയ. നമ്മളെന്നുള്ള ഇന്നിപ്പോ എനിക്ക് എൻ്റെതായ പവർ നടന്നു കഴിഞ്ഞാൽ ഒരു പിടുത്തം ആപത്തില്ല. ഉണ്ടോ? ഇല്ല. എനിക്ക് എൻ്റെതായ പവറിലുണ്ട്, എനിക്ക് നടന്നാൽ പറ്റുമോ? ഇല്ല. ഞാൻ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് മുഴങ്കാൽ മടക്കി ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടൂ. ഹല്ലേലൂയ. എവിടെ നിങ്ങൾ സമർപ്പിച്ച് കൊടുക്കുന്നുണ്ടോ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇവിടെ താഴ്ത്തി കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ താഴ്ത്തി കൊടുക്കണം, നിങ്ങളൊന്ന് താഴ്ത്തി കൊടുക്കണം. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളൊന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇവിടെ ആരാധിക്കുമ്പോ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോ, ആമേ, ഇവിടെ സ്തുതിക്കുമ്പോ, ഹല്ലേലൂയ, ഇവിടെ ആരാധിക്കും, മഹത്വം കൊടുക്കുമ്പോ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് ദൈവം ഈ വർഷം ഹല്ലേലൂയ ഒന്ന് പണിയണം കർത്താവേ. പുരാതന ശൂന്യങ്ങളൊന്ന് പണിയണം, കേടുപോക്കണം, അടിസ്ഥാനങ്ങൾ കെട്ടിപ്പോക്കണം. ഇത് പറയുവാൻ എളുപ്പമാണ്, ഹല്ലേലൂയ, പറയുവാൻ എളുപ്പമാണ്. പക്ഷെ ചെയ്തു തരുന്നൊരു യേശു നമുക്കുണ്ട്. ഹല്ലേലൂയ. ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? ഒന്ന് സമർപ്പിച്ച് കൊടുക്കാമോ?
നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? ദൈവം പണിയും. ദൈവം നിങ്ങളെ പണിയും. ഈ വർഷം ദൈവം പണിയും. നല്ലൊരു പാത്രമാക്കി ദൈവം മാറ്റും. ഈ വർഷം നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. എവിടെയും അവിടെയും ഒന്നും തിരിയാതെ യഥാസ്ഥാനപ്പെടുമെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുന്നൊരു ദൈവം നമുക്കുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അടിസ്ഥാനമില്ലാതെ പോകരുത്. അടിസ്ഥാനമില്ലാതെ പോകരുത്. ആമേ. ഹല്ലേലൂയ. അടിസ്ഥാനമിട്ട് തന്നെ പോകണം. അടിസ്ഥാന ക്രിസ്തുവാണ്. നീ എൻ്റെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ എൻ്റെ അടിസ്ഥാനമാണ്. തൻ്റെ ജനത്തെ ആമേ വിളിച്ച് വേർതിരിക്കുകയാണ്. ഇസ്രായേലുമായി വേർതിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവർ പറയുന്നു, അവർ ആമേ വചനങ്ങളാകുന്നു. മക്കളോട് പറയേണ്ടത് വചനം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് പറയണം. വചനത്തെ പറയണം. ദൈവം നടത്തിയ വിധങ്ങൾ നിങ്ങൾ മക്കളെ കുറിച്ച് പറയണം. ദൈവം നിങ്ങളില്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്ന വിധങ്ങൾ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചില സമയത്ത് പറഞ്ഞു, പപ്പ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൂടെയൊക്കെ വന്നതാണ്, അതിൻ്റെ ഒരു അടുത്ത് പോലും നിങ്ങൾ പോയിട്ടില്ല. ഹല്ലേലൂയ. പപ്പ വന്ന വഴികളൊക്കെ വേദനയും കല്ലും മുള്ളും വേദന നിറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും അങ്ങനെയാണ്. വ്യത്യസ്ത രീതിയിൽ കടന്നു വന്നവരാണ്. ആമേ. ഹല്ലേലൂയ. ഇതൊക്കെ തലമുറയ്ക്ക് ദൈവം നടത്തിയ വിധങ്ങൾ. ദൈവത്തെ അറിഞ്ഞപ്പോൾ എങ്ങനെ, അറിയാത്തപ്പോൾ എങ്ങനെ. ഹല്ലേലൂയ. അറിയുന്നുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിരുന്നു. പക്ഷെ അറിഞ്ഞപ്പോൾ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ആ വിധങ്ങളെ ഓർത്ത് ഇന്ന് ദൈവം മക്കളെ നിങ്ങളുടെ തലമുറകളോട് ഈ വചനം പറഞ്ഞു കൊടുക്കണം. ഇത് മക്കളോട് പറയേണ്ട ദൈവം നടത്തുന്ന വിധങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമർത്ഥം അനുഗ്രഹിക്കുമാട്ടെ. ആമേ. ഒരു നിമിഷം കണ്ടേ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഇതുവരെയും ദൈവം നിർത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവിടെ ശക്തമായി ഇടപെട്ടാനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട മന്ന ടിവിയുടെയും മീഡിയ ടുഡേയിലും യൂട്യൂബ് ചാനലുകളിൽ സകലവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ, നമ്മെ തന്നെ താഴ്ത്തി പൂർണ്ണമായി പണിയുവാൻ ദൈവകരങ്ങൾ കൊടുക്കുമ്പോൾ ഈ വർഷത്തിൽ 2025 വലിയൊരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അസമാധാനം വിട്ടുമാറട്ടെ. എവിടെയെങ്കിലും പണികൾ ബ്ലോക്കായി കിടക്കുന്നത്, ഭവനത്തിൻ്റെ പണികൾ ബ്ലോക്കായി കിടക്കുന്നത് ദൈവം ഈ വർഷം പണിയണം. ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ദൈവം യഥാസ്ഥാനപ്പെടുത്തി അവരെ കയ്യിൽ ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം. നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണം. ചില ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ചില പ്രയാസത്തിൽ കടന്നു പോകുന്നുണ്ട് അപ്പച്ച. ചില രോഗികളായി കടന്നു പോകണമേ, ഒരു വിടുതലയക്കണം. ചില കേടുകൾ മാറ്റുന്നതിനായി സ്തോത്രം. ചില കേടുകൾ കർത്താവേ അകത്ത് ആത്മീയ ജീവിതത്തിൽ വന്ന ചില മുറിവുകളെ ദൈവം ഉണക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഇവരെ ഇടപെടുന്ന കർത്താവേ, ഈ വചനങ്ങളിൽ ഒരു മക്കൾ പോലും നശിച്ചു പോകാതെ കർത്താവിൻ്റെ വരവോളം നിലനിൽക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അവിടുത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം പുതിയ അനുഗ്രഹത്തോടെ ഈ വർഷത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, പണികൾ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത്, ആമേ എവിടെയെങ്കിലും പണികൾ പെൻഡിങ് കിടക്കുന്നത്, പണി ചെയ്യാൻ കഴിയാതെ ആമേ കെട്ടപ്പെട്ട അനുഭവങ്ങൾ അഴിയപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണം. തൻ്റെ മക്കൾക്ക് കർത്താവേ ഈ വർഷം പുതിയ ഭവനങ്ങളെ പഴയതിനെ മാറ്റി പുതിയ ഭവനങ്ങൾ ചില ചേഞ്ച് ആകുന്നതിനായി സ്തോത്രം. ആത്മ പറയുന്നുണ്ട്, ഈ വർഷം നിങ്ങളുടെ ഭവനങ്ങൾ പഴക്കം ചെന്ന ശുഭന്ന പൂർവന്മാരുടെ ഭവനങ്ങളെ ദൈവം മാറ്റി അവിടെ പുതിയ ഭവനങ്ങൾ പണിയാൻ പോകുന്നതിനായി സ്തോത്രം. ചിലതിനൊക്കെ ചേഞ്ച് വരുന്നുണ്ട്, ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ വചനം പറയുമ്പോൾ തന്നെ യേശു നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ദൈവം അടിസ്ഥാനം ഇടുന്നുണ്ട്, അതിൻ്റെ മേൽ പണിയുന്നുണ്ട്. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഭവന സംബന്ധമായി ഭാരപ്പെടുന്നവരുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന് ഭാരപ്പെടുന്നവരുണ്ട് അപ്പച്ച. അവർ ഈ വർഷം പ്രയോജനപ്പെടുത്തണം, യഥാസ്ഥാനപ്പെടുത്തണം. ദൈവത്തിന് വേണ്ടി 100% ഉപയോഗിക്കണം, ഒരു പാത്രമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഴുവൻ മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.